അല്ല പുള്ളി പോവുകയും നീ ചെയ്ത്. എടുത്തോണ്ട് പോ ഞാൻ വിചാരിച്ചെന്നാ അത് പെന്തക്കോസുകാര്. യഹോവയാന്ന് തെളിയിക്കുമായിരിക്കും. അതെ ഇതാ പ്രിൻസ് വരുന്നുണ്ട്. ഇതാ പ്രിൻസ് ഞാൻ വാ. പറഞ്ഞേ, കാരണം ഒരു വാക്യം ചോദിച്ചു, യഹോവയെ പോലെ അട്ടഹസിച്ചിരിച്ചു, പുള്ളി പുള്ളി ഓടിപ്പോയി. പോയി. അല്ല ക്രിസ്തുവിനെ കണ്ടാ നിക്കത്തില്ലെന്ന് മനസ്സിലായില്ല, അല്ല അതാ എന്ത് പ്രിൻസ് വരുന്നുണ്ട്. പ്രിൻസ് ബ്രദർ വരുന്നുണ്ട്. പ്രിൻസ് ബ്രദർ അതിന് ആര് വേണേ വന്നോട്ടെ, അതിന് യഹോവയെ അടിച്ച് സിക്സ് അടിക്കുക. അതിന് മുന്നേ ഒരു വാക്യം വായിക്കാവോ? ആ, ഇതിനൊരു വാക്യം വായിക്കാവോ? ഞാൻ ഏത് പറയുന്നേ വാക്യം വായിക്കാം? വായിക്കാൻ ഡിക്കെ പറഞ്ഞു. സത്യവേദനെ വായിക്കാവൂ, എന്നാലേ ഏ ക്ലാരിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഏതാ സത്യവേദനെ വായിക്കാവൂ, അത് എന്നാലേ സത്യവേദോസം എന്റെ കയ്യിലില്ല. എന്നാ റിജിന ഉണ്ടോ? എന്തേലും ഉണ്ട് ഡിക്കെ പറഞ്ഞു. ജെറമ്യ 22, 29, 30 വാക്യം. ജെറമ്യ 22, 29, 30. ദേശമേ 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 യഹോവയുടെ വചനം കേൾക്ക. ഓ യത് 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 ഹിയർ ദ വേർഡ് ഓഫ് ജഹോവ. ഈ ആളെ മക്കളില്ലാത്തവൻ എന്നും ആയുഷ്കാലത്ത് ഒരിക്കലും ശുഭം വരുത്താത്തവൻ എന്നും എഴുതുവിൻ. ഇനി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യഹൂദയിൽ വാഴുവാൻ അവന്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ബെസ്റ്റ്. അപ്പോൾ ഇപ്പൊ താങ്ക് യു കേട്ടോ ഡീറ്റെയിൽ. ഒന്നുകൂടെ വായിക്കാം. ദേശം പുള്ളി കഴിച്ചു ചെയ്യുന്ന അതിന് വേറെ പറഞ്ഞ വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. യെരമ്യാവ് 22, 29, 30. യഹോവ ക്രിസ്തുവിനെ ശപിച്ചതാ. ഓക്കെ. ദേശമേ 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 യഹോവയുടെ വചനം കേൾക്ക. ഈ ആളെ മക്കളില്ലാത്തവൻ എന്നും ആയുഷ്കാലത്ത് ഒരിക്കലും ശുഭം വരാത്തവൻ എന്നും എഴുതുവിൻ. ഇനി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യഹൂദയിൽ വാഴുവാൻ അവന്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യും. ദാവീദിന്റെ സന്തതിയാണോ? ആണോ? അതെ, യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയാണോ? ദാവീദിന്റെ അല്ല, വെളിപ്പാടിൽ എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാരും എഴുതിയിട്ടുണ്ടല്ലോ. ദാവീദിന്റെ ചെങ്കോൽ പിടിച്ച ഒരാൾ വരുന്നു, അത് ആളുടെ സിംഹാസനം എന്നേക്കും എന്ന് പറഞ്ഞില്ലേ? അത് ക്രിസ്തുവിനെ കുറിച്ച് യഹോവ ശപിച്ചതാട്ടോ. നിങ്ങൾ കേൾക്കാത്ത ഒരു കാര്യമുണ്ട്, യൂദയായിൽ ഭരിക്കാൻ ആരും വരികയല്ലാത്ത കേട്ടോ. ദാവീദിന്റെ സിംഹാസനത്തിലൊക്കെ ഇരിക്കും, അത് എന്നേക്കും സുസ്ഥിരമാണ്. അത് യൂദയായി ഭരിക്കുകയില്ല, അത്രേ ഉള്ളൂ. സത്യത്തിൽ സുഭാഷ് വന്നിട്ട് പ്രിൻസ് വന്നോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പഴയ നിയമത്തെ നിഴലും പുതിയ നിയമത്തിന്റെ അതിന്റെ യഥാർത്ഥവുമായിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അതെ, അതെ. നിഴലെന്ന് പറയുമ്പോൾ നമ്മൾ അത് ഷാഡോ മാത്രമാണ്. ക്ലാരിറ്റി ഇല്ല. മീൻസ് അത് ഒറിജിനൽ അല്ല, മീൻസ് എന്നാ അതിന്റെ ഷാഡോ ആണ്. ഒറിജിനൽ അല്ല, ഒറിജിനലിന്റെ ഒരു നിഴല് മാത്രം. നിഴല് മാത്രം. അത് ക്രിസ്തുവിന്റെ നിഴലായിരിക്കും അവിടെ വീഴുന്നത്. പക്ഷെ നമ്മൾ ഒറിജിനൽ അല്ലെന്ന് പറയുമ്പോഴും ആദം, നമ്മൾ പുതിയ നിയമത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമം പഠിക്കാൻ പറ്റും. നിഴലാണ്, പക്ഷെ ആ നിഴലിന് പോലും നമുക്ക് പുതിയ നിയമത്തിൽ അർത്ഥം കിട്ടും. എന്റെ ചോദ്യം എനിക്കൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയുണ്ട്, കാരണം എനിക്കിപ്പോ ഒരു ഡൗട്ട് അടിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പുതിയ നിയമത്തിലെ ക്രിസ്തുവിലൂടെ നമ്മൾ പഴയ നിയമത്തിലേക്ക് കാണുന്നത് ഒരേ ദൈവത്തെ തന്നെയല്ലേ? ദൈവം ഇസ്ലാമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഒരു ദൈവം. അങ്ങനെ പറയുന്നത് അതേന്നൊക്കെ പറഞ്ഞാൽ മതി, അതിനൊരു വിശദീകരണം വേണ്ട. അതെ, ഒരേ ദൈവത്തെ തന്നെയാണ് അല്ലേ? അതാണ് എനിക്ക് ഒരേ ദൈവം തന്നെ. അതായത് നമ്മൾ പുതിയ നിയമത്തിലൂടെ ക്രിസ്തുവിലൂടെ നമ്മൾ ക്രിസ്തുവിലൂടെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് അറിയുന്നത്. ഓക്കെ. അല്ല, എനിക്ക് ഇതിനകത്തൊരു ഒന്ന് രണ്ട് ചില സംശയങ്ങൾ വന്നുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ജെയ്സ് ബ്രദർ, ഇതേ വിശ്വാസ പ്രമാണം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് സർവ്വശക്തനായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് ഒറ്റ കൺസേണേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഇരിക്കുന്ന എന്റെ സഭയിലെ മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആക്കണം. എനിക്ക് അതിനകത്ത് യാതൊരു തർക്കമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കാത്തലിക്കാണ്. കത്തോലിക്ക സഭയിലെ വിശ്വാസികൾക്ക് ഒരു തരത്തിലും ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ആ ഒരൊറ്റ വിഷയത്തിലാണ് ട്രൂത്ത് പേറ്റേഴ്സ് എന്ന് പറയുന്ന കളത്തിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. ഞാൻ ഒറ്റ കാര്യത്തിലാണ്. അല്ലാതെ എനിക്ക് വേണമെങ്കിൽ ജെയ്സ് സംസാരിക്കട്ടെ, ഞാൻ ജെയ്സ് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിട്ടാണ്, അതുകൊണ്ടാണ്. സംസാരിക്കുന്നുണ്ടോ ഇപ്പൊ? എനിക്ക് കേൾക്കാൻ വയ്യാത്തോണ്ടാണ്. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക. TF-ൽ നിന്ന് ഞാൻ ഇറങ്ങി പോരാനുള്ള ഏറ്റവും പ്രധാന കാരണം കത്തോലിക്ക വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പൊ അവിടെ ഇരുന്നായിരുന്നെങ്കിൽ ഇന്ന് അവിടുത്തെ പല മഹാന്മാരെ പോലെയും എനിക്ക് സമ്പന്നനാകാമായിരുന്നു. അവിടെ ഇരുന്നായിരുന്നു, ഒന്നും ചെയ്യണ്ട, ജോലിക്കും പോകണ്ട, വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു, സമ്പന്നനാകാമായിരുന്നു.
അത് കളഞ്ഞിട്ട് ഞാൻ അവിടെ ആരെങ്കിലും ഒന്ന് ഇറങ്ങിയത്. മറുപടി പറയാമോ? ഇവിടെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് സി സി ഉണ്ട് എച്ച് ആ മിണ്ടാതെ സീജായ നിർത്തി. ഉണ്ട് ഉണ്ട് ശ്രീചായ നിങ്ങളുടെ ചെവി അടിച്ചു പോയി. ജയിച്ചു പോയത്. ജെയ്സ് പറയൂ ജെയ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് നമ്മുടെ സഹോദരന്മാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. കത്തോലിക്കർക്ക് നമ്മൾ ഇല്ല, പറയുന്നത് ഞങ്ങള് നമ്മൾ സഭ പറഞ്ഞ ചെയ്യുന്നത് നമ്മൾ ഡോക്യുമെന്റ് ഒന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. വിശ്വാസ പ്രമാണമാണ് അടിസ്ഥാനം, അതിനകത്ത് യഹോവയൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. അത് ജെയ്സ് ഓക്കെ. നിങ്ങളുടെ എന്റെ ചർച്ചിൽ ചോദ്യം അല്ലല്ല ട്രാൻസ്ലേഷൻ ജെയ്സ് ബ്രദറെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ വിശ്വാസ പ്രമാണത്തെ നമ്മൾ ചെല്ലുന്ന തന്നെ സർവശക്തനും പിതാവുമായ ഏക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് സൃഷ്ടാവാണ്, രക്ഷിതാവാണ്, വീണ്ടും വരുവാനിരിക്കുന്നു, എല്ലാം അടുക്കി പെറുക്കി പറയുന്നുണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് എതിർക്കുന്നത് എന്നാന്നുണ്ടെന്നറിയോ? എന്റെ വീട്ടിൽ യഹോവ സാക്ഷി വന്ന് പറഞ്ഞു ക്രിസ്തു ദൈവമല്ല, യഹോവയാണ് ദൈവം. യഹോവ സാക്ഷി വന്ന് പറയുന്നത്, ഞാൻ അവനോട് എന്ത് നിലപാടെടുക്കണം? നല്ല ആട്ടി വിടണം. അത് അത്രേ ഉള്ളൂ. പിശാചാണെന്ന് തന്നെ, ഈ അത് ക്രിസ്തു ദൈവമല്ല പിശാചാണെന്ന് തന്നെ യഹോവ പറഞ്ഞു. ദൈവമാന്ന് പറയുന്ന യഹോവ സാക്ഷിയോട് എടുക്കുന്ന അതേ നിലപാട് പെന്തിക്കോസുകാരനോട് ഞങ്ങൾ എടുക്കും. എടുക്കും, യഹോവ ദൈവമാണ്. അടിച്ച് സിക്സ് ചേട്ടാ, അടിക്കും. യഹോവ ഒരു ദൈവത്തിന്റെ ഒരു വെളിപാട് മാത്രമാണ്. അതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. കോംപ്രമൈസ് ഈ കാര്യത്തിൽ ഇല്ല. ഇത് ഞാനൊന്ന് പൊട്ടിക്കും. ഒരു അല്ല ജയ്സ് ബ്രദറെ മനസ്സിലായോ? ഈ യഹോവ എന്ന് പറയുന്നത് ദൈവം അല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. അതൊരു വെളിപാട് മാത്രമാണ്. ഒരു യഹോവ പഴയ നിയമത്തില് ദൈവമല്ല, അതായത് ജനതയ്ക്ക് പൂർണ്ണത ഒരു ഇല്ല. വെളിപ്പെടുത്തൽ പൂർണ്ണത ഇല്ലാത്ത മാത്രമാണ്. എങ്ങനെയാ ദൈവമാവുന്നേ? പൂർണ്ണതയില്ലാത്ത ഒരു വെളിപാട് മാത്രമാണ്. അത് പൂർണ്ണത എലോഹിം എന്നുണ്ട്, ഏലുന്നുണ്ട്, യൂരിയോസ് എന്നുണ്ട്, അദോനായി എന്നൊക്കെ ഉണ്ട്. അതായത് ഒന്നുകൂടെ ക്ലാരിറ്റി പൂർണ്ണത വരുത്താം. ഒരു മിനിറ്റ് ഒന്നുകൂടെ ക്ലാരിറ്റി അങ്ങനെ വരുത്താം. സംസാരിക്കല്ലേ, ഒരു മിനിറ്റ്, അങ്ങനെ സംസാരിക്കല്ലേ, ഒത്തിരി കൺഫ്യൂഷൻ ആക്കരുത് പ്ലീസ്. അതെ അതെ അതാ ഞാൻ പറഞ്ഞത്. അത് ചുമ്മാ അങ്ങനെ ആദം കൺഫ്യൂഷൻ അങ്ങനെ പറഞ്ഞു ആക്കല്ലേ, ഒരു പോകുമ്പോ മിനിറ്റ് അതെ ആദം, ഒരു മിനിറ്റ്. ആദം അങ്ങനെ പറഞ്ഞു പോകുമ്പോ കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ ജോഷ് ബ്രദർ വന്ന് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആയിട്ടാ വന്നോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ചോദിക്കാൻ താല്പര്യം കാണിച്ചതുകൊണ്ടാ. അതാ അപ്പൊ ഞാൻ അതായത് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് അപ്പൊ അതായത് എൽറോയി എന്ന ദൈവത്തെ വിളിക്കുന്നുണ്ട്. അതൊരു വെളിപാടാണ്. എൽറോയി അത് ഒരാൾക്ക് കിട്ടിയ ഒരു വെളിപാടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മോശയ്ക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ മോശയ്ക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായ തരമാണ് യാഹ്വേ, ഇല്ലേ? ആ ഒരു വെളിപാടാണ്, മോശയുടെ വെളിപാടാണ്. യാഹ്വേ എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല പലർക്കും കിട്ടിയിട്ടുണ്ടോ വെളിപാട്? ജോഷ് ബ്രോ, ഒറ്റ ക്വസ്റ്റ്യൻ, യാഹ്വേ എന്നോ യഹോവ എന്നൊരു നാമം ഉണ്ടോ? അത് നമ്മളെ അത് അല്ല, ജോഷ് ബ്രദർ ഒരു മിനിറ്റ്, ജോയ്സ് ബ്രോ ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യേ. യഹോവ എന്നൊരു നാമം ഇല്ല, മോശയ്ക്ക് വെളിപ്പെടുത്തിയാന്നാണ് പറഞ്ഞുകൊണ്ടാണ് CCC എഴുതി വെച്ചേക്കുന്നത്. മോശയ്ക്ക് വെളിപ്പെടുത്തിയ നാമമാണ്. അല്ല, അപ്പൊ ചോദ്യം അതല്ല, മോശയ്ക്ക് വെളിപ്പെട്ട അതേ ദൈവത്തെ തന്നെയല്ലേ നമ്മള്. എന്റെ സുഹൃത്തെ ഒരു മിനിറ്റ് മ്യൂട്ട് മോശ ചെയ്ത് മനസ്സിലാക്കിയ രീതി എന്തോ ആയിക്കോട്ടെ, മോശയ്ക്ക് കിട്ടിയ അതേ ദൈവം തന്നെയല്ലേ നമ്മൾ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്. ദൈവം എല്ലാ കാലത്തും ഒന്നേ ഉള്ളൂ, സമ്മതിച്ചു. അത് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ അപൂർണമായതിനെ മാറ്റി നിർത്തും. എന്റെ ചോദ്യം അതല്ല. മോശ പൂർണ്ണമായതിനെ ഒരു മിനിറ്റ്, മോശ പൂർണ്ണമായതോ അപൂർണമായതോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. പഴയ നിയമത്തിലൂടെ സംസാരിക്കാൻ ശ്രമിച്ച ഇസ്രായേൽ ജനം മറ്റൊരു തരത്തില് തങ്ങളുടെ ഗോത്ര ദൈവമാക്കി മാറ്റാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ തങ്ങളുടെ ഗോത്രത്തിന്റെ മാത്രം ദൈവമാക്കി മാറ്റാൻ ആഗ്രഹിച്ച, നിഴലിനെ മാത്രം പിന്തുടർന്ന, ഇസ്രായേൽ ജനം ആരാധിച്ച, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മനസ്സിലാക്കാൻ ശ്രമിച്ച അതേ ദൈവത്തെ തന്നെ അല്ലേ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിലൂടെ മനസ്സിലാക്കി ആരാധിക്കുകയും. അല്ല, പറഞ്ഞു പുള്ളി ഉപയോഗിച്ച ടേമുകളൊക്കെ. അല്ല, അതാ പറഞ്ഞു ജെയ്സ്, കൺഫ്യൂഷൻ അല്ല. ഒരു മിനിറ്റ്, 2 മിനിറ്റ് സമയം തരും. എവിടേക്ക് ഞാൻ പറഞ്ഞത് ഒരു കൺഫ്യൂഷനും ഇല്ല, ഇതിനകത്ത്. അല്ല, ജെയ്സ് ബ്രദർ ചോദ്യമാണ് ചോദിച്ചത്. വാക്കുകളും ക്ലിയർ ആയിരുന്നു. എന്റെ വാക്കുകളും എന്റെ പോയിന്റുകളും. ഞാൻ കത്തോലിക്ക സഭയുടെ ബേസിൽ നിന്നാണ് എന്റെ ചോദ്യം. ഞാൻ കത്തോലിക്കനായിട്ട് നിന്നാണ്, കത്തോലിക്ക സഭയുടെ ബേസിൽ നിന്നിട്ടാണ് എന്റെ ചോദ്യം. അപ്പൊ അതിനുമാണ് മറുപടി എനിക്ക് കിട്ടുന്നത്. സഹോദര, അത് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ബൈബിൾ ആണെങ്കിലും ഇപ്പൊ എനിക്കൊരു ഡോക്യുമെന്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, സത്യവേദ പുസ്തകം മാത്രമേ ഉള്ളൂ. എന്റെ അറിവിൽ ഞാൻ പറയാം, ബാക്കി നിങ്ങളുടെ കത്തോലിക്ക സഹോദരങ്ങളോട്, ഇപ്പം നിങ്ങൾ തന്നെയാണ് എല്ലാം വായിച്ചത്. ഒരു ഒറ്റ കൺഫ്യൂഷൻ, യഹോവ ഈ അത്യുന്നത ദൈവം എന്ന് ഇപ്പൊ എത്ര വർഷങ്ങളായി, ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളുടെ ഉള്ളിലും വരുന്നത് ഈ പറഞ്ഞ ട്രിനിറ്റിയുടെ പേരാണ് യഹോവ എന്ന്. അങ്ങനെ അല്ല. അതെ, അതാണ് പറഞ്ഞത്. അങ്ങനെ അല്ല, അതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ട്രിനിറ്റിയുടെ ഇതേ പറഞ്ഞു കഴിഞ്ഞില്ല. ഒരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു ഈ ട്രിനിറ്റ്, ഈ YHWH യാവേ എന്ന് പറഞ്ഞൊരു വാക്കിനെ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞൊരു വാക്കിനെ അടുത്ത മുന്നിൽ വന്ന്, ഇപ്പൊ മോശയുടെ മുന്നിൽ വന്ന് ദൈവമാണ് എന്ന് പറഞ്ഞാൽ വാക്ക് കേട്ടിട്ടുണ്ട്, വേറൊരു ഗോത്ര ദൈവം ഉണ്ടെന്ന് അവരാക്കിയ ആള് ദൈവം, ഈ പറഞ്ഞ അത്യുന്നത ദൈവം അല്ല. അത് നമ്മൾ വചനം വായിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഗോ ബാക്ക് ടു എക്സോഡസ്, മറ്റേ ഉൽപ്പത്തിയൊക്കെ വായിക്കുമ്പം ഈ തുടക്കം അറിയാൻ പറ്റും. പിന്നെ നമ്മളിപ്പം DK പറഞ്ഞു വായിച്ചില്ലേ,
ഈ അല്ല, പുള്ളി പറഞ്ഞ അതിനെപ്പറ്റി എനിക്ക് സംശയമില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് ആകത്തോടെ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. കാരണം അല്ല ഇത് ആദം പലപ്പോഴും ബ്രദർ കൺഫ്യൂഷൻ ക്ലാരിറ്റി ഉണ്ട്. ഒരു വരുത്തിക്കോളൂ. മിനിറ്റ്, പക്ഷെ ഒരു ഞാൻ മിനിറ്റ്, ഒരു മിനിറ്റ്, പറയുന്നത് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ജെയ്സ് അസ്വസ്ഥനാവേണ്ട ആകത്തോടെ ക്ലാരിറ്റി ആവശ്യമില്ല ജെയ്സ്. ഇല്ല, പ്ലീസ്. എനിക്ക് ഞാൻ പ്രശ്നമില്ല, കാത്തലിക് ഞാൻ ഫെയ്ത്ത് ആണ് ഞാൻ തുറന്നു പറയും. ചോദിക്കുന്നത്. നിങ്ങൾ അല്ല രണ്ടും കൽപ്പിച്ചാൽ ഞാൻ നിൽക്കുന്ന കാത്തലിക് എന്തിനാ ഫെയ്ത്ത് ആണ് ഞാൻ നോ ചോദിക്കുന്നത്. ഞാൻ കത്തോലിക്കനാണ്. ആണ് കത്തോലിക്ക വിശ്വാസം എന്ന് പറയുമ്പോൾ എനിക്ക് അത് ജെയ്സ് ക്ലാരിറ്റി വരുത്തണം. കാം ഡൗൺ അതാ ഞാൻ പറയുന്നത്. വിശ്വാസ ഒരു എന്തിന്? ബ്രദർ മിനിറ്റ് റജീന ഒരു മിനിറ്റ് റജീന ഏത് ഒന്ന് കോൾ മ്യൂട്ട് ചെയ്തോ. പറഞ്ഞാലും ഞാൻ ജെയ്സ് 6 ബ്രദർ അടിക്കാനാണ് ചോദിക്കുന്ന നിൽക്കുന്നത് മാഡം, ഒരു ആടത്തോടാണ്. കുഴപ്പമില്ല. 6 ആടം സെക്കൻഡ്. മറുപടി പറയട്ടെ. ആടം പറഞ്ഞോളൂ. ആടം ഓക്കെ, ഞാൻ ആദം ബ്രദറിനോടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ആദം ബ്രദറിന് എന്റെ ക്ലാരിറ്റി കിട്ടിയാൽ മാത്രം മതി. അതിനകത്ത് മറ്റു വിഷയങ്ങളൊന്നും ഇല്ല ഇവിടെ. ആദം ബ്രദർ കാത്തലിക് ആണ്, ഞാനും കാത്തലിക് ആണ്. എനിക്ക് അതിനകത്ത് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പെന്തക്കോസ്തുകാരെ തൂത്തുവാരിട്ട് അടിക്കണം. എനിക്ക് അതിനകത്ത് യാതൊരു ഉറപ്പുമില്ല ഇതിനകത്ത്. കാരണം പെന്തക്കോസ് ഫെയ്ത്ത് അല്ല തെറ്റാണെന്ന് എനിക്ക് ജെയ്സ് ഉത്തമ അല്ലേ വായിച്ചത്? ബോധ്യമുള്ളത് കൊണ്ടും. 2 ദിവസം മുമ്പ് ജെയ്സ് അല്ലേ വിശ്വാസ റജീന പ്രമാണം പ്ലീസ്. വായിച്ചില്ലേ? അതേന്നെ, റജീന എനിക്ക് ഒരു അതിനകത്ത് ഒരു കൺഫ്യൂഷൻ റജീന വന്നത്. ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ഒറ്റ മിനിറ്റ് ഞാനൊന്ന് മോഡ് ചെയ്യാണ്. പ്ലീസ് എല്ലാരും ഇല്ല, കൂടെ ഞാൻ എടുക്കരുത്. 6 അടിച്ചോളാം മാഡം, ഈ ഒരു ജെയ്സ് കുഴപ്പമില്ല. ബ്രദറിന്റെ ചോദ്യം ആടത്തോടാണ്. ഒരു മിനിറ്റ്. ജെയ്സ് ബ്രദറിന്റെ ചോദ്യം ആടത്തോടാണ്. ജെയ്സ് ചോദിച്ചോളൂ. ചോദിച്ചു കഴിയുമ്പോൾ ആടം അതിന് മറുപടി ആ, പറയും. അതായത് ചോദിച്ചോളൂ. ഇപ്പം എന്റെ സംശയം ഇതാണ്. ആദ്യത്തോടെ എന്റെ ഒരു ചോദ്യം ഇതാണ്. ഇപ്പൊ നമ്മൾ പുതിയ നിയമത്തിൽ മനസ്സിലാക്കുന്ന ദൈവം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം, റൈറ്റ്? 100%. തർക്കമില്ല. ഓക്കെ, നമ്മൾ വിശ്വാസ പ്രമാണവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. 100%. ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവുമായിരിക്കുന്ന ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതെ. ആ ഒരു വിശ്വാസ പ്രമാണം പറയാൻ പെന്തക്കോസുകാർക്കോട്ട് ഇല്ലാതാണ്. പിന്നെ നമ്മൾ ഇല്ല, അടുത്തെടുക്കുന്ന ഒരു അവര് പോയിന്റ് പഴയ പരാമർശിക്കുന്ന നിയമം. കാര്യമില്ല, അവരിവിടെ ഇല്ല, അവര് വേറെ ഏതോ വിശ്വാസമാണ്. അവരോട് ഇല്ല, ചിത്രത്തിലേ ഇല്ല. അല്ല, അവരിവിടെ കിടന്ന് വലിയ നെകളിപ്പ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് ക്ലാരിറ്റി. കാരണം എന്താ അറിയാ, ഞാൻ ചോദിക്കാൻ കാര്യം, എനിക്ക് ബാക്ക് ചാനലിലും അല്ലാതെയും എനിക്ക് ഒരുപാട് കാത്തലിക്സിന്റെ മെസ്സേജ് വന്നു. ഇപ്പം ഞാൻ അതൊന്നും ആത്മാർത്ഥമായിട്ട് വിഷയമില്ല. പറയാം, കാത്തലിക്സ് ഇവിടെ ഇരുന്ന് എന്നെ വീരക്കേട് സ്നേഹിക്കുക. പറഞ്ഞെടുത്ത് അല്ല, പറയും. അതിന് ഒരു മിനിറ്റ്. അല്ല, അതിനകത്ത് കാര്യമുണ്ട് ആദം ബ്രോ. എന്നെ സ്നേഹിക്കുകയും ഞാൻ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ സ്നേഹിക്കും. എന്റെ കൂടെ നിന്ന് ഒത്തിരി കത്തോലിക്കര് താഴെ ഇരിപ്പുണ്ട്. എനിക്ക് അവരെ മാനിച്ചേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? എന്നെ സ്നേഹിക്കാൻ എന്റെ കൂടെ നിന്ന് അനിൽകുമാർ വി അയ്യപ്പൻ എന്ന വിഗ്രഹത്തിനെതിരെ പോരാടി ഒരുപാട് കത്തോലിക്കർ എന്റെ കൂടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അവർ പലരും എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് ഇടുന്നുണ്ട്. എന്താണ് ഇതിനകത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചിലർക്ക് കൺഫ്യൂഷനുമായിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യം. ഇന്നലെ ഞാൻ ഒരു കത്തോലിക്കനായിരിക്കുന്ന പുള്ളി നിരീശ്വരവാദിയായിരുന്നു. ഇന്നലെ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞാണ്, ബ്രോ ഞാൻ നിരീശ്വരവാദിയായിരുന്നു, ഞാൻ നിങ്ങളുടെയൊക്കെ ഇത് കേട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ കാത്തലിക് ഫെയ്ത്തിലേക്ക് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് പാദത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ തോന്നി. ഇന്നലെ നമ്മൾ CCC വായിച്ചതിന് ശേഷം ഒരു സഹോദരൻ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയുന്നത്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയണം. കാരണം എനിക്ക് വേണം ഇത് രഹസ്യമായിട്ട് മൂടി വെച്ച് എനിക്ക് ആദത്തോട് ക്ലോസ് റൂമിൽ വിളിച്ച് സംസാരിക്കാമായിരുന്നു. അത് ഞാൻ ചെയ്യാത്തതെന്ന് പറയുന്നത് അതാ, നമ്മൾ തമ്മിൽ മാത്രമേ അത് മനസ്സിലാക്കുള്ളൂ. ഞാനും ആദവും ചിലപ്പോൾ നമ്മൾ ക്ലോസ് റൂമിൽ പോയിരുന്ന് സംസാരിച്ച് എന്റെ ക്ലാരിറ്റി വരുത്തും. പക്ഷെ താഴെ ഇരിക്കുന്ന കത്തോലിക്ക സഹോദരന്മാരെ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ എന്ത് പറഞ്ഞു എന്നുള്ളത് അവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പൊ ഓക്കെ, അവരത് നമ്മൾ അറിയുന്നുമില്ല. നമ്മൾ അപ്പൊ തമ്മിൽ നമ്മൾ പെട്ടെന്ന് രണ്ടുപേരും. പെട്ടെന്ന് ചോദിച്ചോ ജെയ്സ് ബ്രോ, നോ പ്രോബ്ലം. അതെ. അപ്പം അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഞാൻ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുക. അപ്പൊ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് ആദവും കാത്തലിക് ആണെന്ന് പറയുന്നു, ഞാനും കാത്തലിക് ആണെന്ന് പറയുന്നു. നമ്മൾ രണ്ടുപേരും രണ്ട് തരത്തിലോട്ട് പോകുന്നു എന്നൊരു ചിന്ത ആകുന്നു വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു. അപ്പം അല്ലല്ല, ഞാൻ ചോദിക്കുന്നതല്ല. നമ്മൾ കാണുന്ന ഒരു വ്യൂ, ആ വ്യൂ എനിക്ക് കറക്റ്റ് ആണോ? അതിനകത്ത് ബാക്കി വ്യാഖ്യാനങ്ങളൊന്നും എനിക്ക് അറിയണം. നമ്മൾ എടുത്ത വ്യൂ, മെനഞ്ഞാൽ നമ്മൾ CCC വായിച്ച വ്യൂ ആണ് ആദം കോൾഡ് ചെയ്യുന്നത്. എനിക്കൊരു 100% ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി. വേറെ ഒരു പോയിന്റും ഇല്ല എനിക്ക്. ഞാൻ അത് മാത്രമേ ചോദിച്ച് താഴെ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അതിനകത്ത് പെന്തക്കോസ്ത് പറഞ്ഞില്ലേ? ചോദിച്ചോളൂ. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു. എന്റെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മൾ പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവായ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. നമ്മൾ അത് അതിനകത്ത് തന്നെ എഗ്രീഡ് വിശ്വാസം. ആണ്. അത് തന്നെയാണ് വിശ്വാസം, എഗ്രീഡ് ആണ്. അപ്പൊ അടുത്ത രണ്ട് ചോദ്യം ഇതാണ്. പഴയ നിയമത്തെ നമ്മൾ നിഴലായിട്ടും പുതിയ നിയമത്തെ നമ്മൾ യാഥാർത്ഥ്യമായിട്ടും വസ്തുതയായിട്ടുമാണ് മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? കറക്റ്റ്. നമ്മൾ ഓക്കെ. യാഥാർത്ഥ്യത്തെയാണ് പുലുകേണ്ടത്. നമ്മൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നു. അപ്പൊ പഴയ നിയമ വെളിപാട് ഞാൻ എന്റെ സ്വീകരിക്കേണ്ടതാണ്, അണ്ടർസ്റ്റാൻഡിംഗ് യാഥാർത്ഥ്യത്തെയാണ് സ്വീകരിക്കേണ്ടത്. യാഥാർത്ഥ്യം സ്വീകരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഇപ്പൊ മോശയ്ക്ക് വെളിപ്പെട്ട അത് മോശ മനസ്സിലാക്കിയ രീതിയുടെ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോശ ഇസ്രായേലിന് കൊടുത്ത നിയമങ്ങളുടെ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മോശം മനസ്സിലാക്കിയത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒന്ന് തന്നെയല്ലേ? ദൈവം ഒന്ന് തന്നെ. അതിനകത്ത് കറക്റ്റ്. രണ്ട് സെന്റൻസ് കൂടെ എക്സ്പ്ലനേഷൻ പറയാം. വേണ്ട. ആ ദൈവം ഒന്ന് തന്നെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് എക്സ്പ്ലനേഷനേ വേണ്ട. അല്ല, അങ്ങനെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. നിങ്ങൾ അത് യഹോവയെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ എതിർക്കും. അല്ലല്ല, അങ്ങനല്ല എന്റെ ചോദ്യം അതല്ല. ദൈവം യഹോവ ഒന്നേ എന്നുള്ളത് ഉള്ളൂ, ദൈവം ഒന്നേ അല്ല, ഉള്ളൂ. ദൈവം ഒന്നേ ഉള്ളൂ. ഇനി യഹോവ എന്നുള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യഹോവ എന്നല്ല YHWH എന്നും അത് പിന്നീട് ഇതിന്റെ
പിന്നീട് നമ്മൾ ഈ ബൈബിൾ പണ്ഡിതന്മാര് ആ ഹീബ്രു 4 അക്ഷരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയില് ഇതാണ് അങ്ങനെ അവര് വായിക്കുന്നത്. അപ്പം അതിനകത്തും കൺഫ്യൂഷൻ കിടപ്പുണ്ട്. അവരെങ്ങനെ ഹീബ്രു വായിക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ YHWH നല്ലല്ലോ നമ്മൾ ആ 4 ടെട്രാഗ്രാമിനെ അങ്ങനെ ഒരു ഹീബ്രു നാമം വായിക്കുന്നു. ഇല്ലെന്നാണ് കത്തോലിക്ക ആ വിശ്വാസം. അങ്ങനെയൊന്നല്ല. അതിനകത്ത് എൽറോയി എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ നാമം മാത്രം ആണെങ്കിൽ മറ്റു നാമങ്ങളെ നിഷേധിക്കലാവും. മറ്റു നാമങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഇതും ഒരു അവര് നിഷേധാത്മകമായിട്ട് കറക്റ്റായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞ അതൊരു ഇന്നലെ വായിച്ചു. നാമം അല്ലെന്ന് അപ്പൊ ഞാൻ പറയുന്നു. ചോദിച്ച ചോദ്യം പിന്നെ നമ്മൾ ഇത്രയുള്ളായിരുന്നു. അതിനകത്ത് ഇനി കൂടുതൽ ചെയ്യേണ്ട. അതൊരു നാമം ആ അല്ല. ഞാൻ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളായിരുന്നു. എന്റെ ചോദ്യം ഇത്രയുള്ളായിരുന്നു. പഴയ നിയമത്തിലൂടെ ഇസ്രായേൽ ജനം മനസ്സിലാക്കിയ ഇസ്രായേൽ ജനം അവർ മനസ്സിലാക്കിയതിനകത്ത് മനസ്സിലാക്കിയിട്ടില്ല പ്രശ്നങ്ങളല്ല എന്റെ ചോദ്യം. എന്നുള്ളതാണ് അല്ലെങ്കിൽ വാദം. അവർ ആ ദൈവത്തിന്റെ ഇസ്രായേൽ ജനത്തിന് ദൈവത്തെ അല്ല മനസ്സിലായില്ല, മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ദൈവത്തെ ആക്രമിച്ചത്. അല്ല, ഞാൻ പറഞ്ഞ ഇവർക്ക് ചിലപ്പോ മറ്റൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. ആദം പറഞ്ഞത് ദൈവത്തെ തള്ളി പറഞ്ഞു, ദൈവത്തെ പിശാച് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചത് നല്ല കാര്യമാണ്. ഓക്കെ. അല്ലതെ റോമൻ കത്തോലിക്കരുടെയും മറ്റു ചിലരുടെയും വാദം അനുസരിച്ച് ദൈവനാമം എങ്ങനെ ഉച്ചരിക്കണമെന്ന് അറിയാത്തതിനാൽ പകരം ദൈവം എന്ന് ഉപയോഗിക്കുന്നതാവും ഉചിതം എന്ന് പറയുന്നു. കൂടാതെ ദൈവനാമം വൃഥാ എടുക്കരുത് എന്ന ബൈബിളിൽ ഉള്ളതിനാൽ അത് ദൈവം എന്ന എഴുതുന്നാവും നല്ലതെന്നും അവർ കരുതുന്നു. യഹോവ എന്ന ദൈവനാമം ഉച്ചരിക്കുന്ന സ്വഭാവം ഈയിടെ കാണപ്പെടുന്നതാകയാൽ അത് ആരാധനയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് വത്തിക്കാൻ ഈയിടെ നടത്തിയ പ്രസ്താവന വളരെ വിമർശനങ്ങൾ പിടിച്ചുപറ്റിയിരുന്നു. അതിന് റെഫറൻസ് കൊടുത്തിരിക്കുന്നത് വത്തിക്കാൻ ഡിറക്റ്റീവ് യാഹ്വേ ഇൻപ്രോപ്രിയേറ്റ് ഓഫ് ലിറ്റർജിക്കൽ ന്യൂസ് ഓഫ് കാത്തലിക് കൾച്ചർ .org വെബ്സൈറ്റിനകത്താണ് റെഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് തെറ്റിദ്ധാരണ വരുത്തുന്നതുകൊണ്ട് ആരെങ്കിലും ഇനിയിപ്പോ ആരാധനക്രമത്തില് നമ്മുടെ ബെനഡിക്ട് പനാറമൻ മാർപ്പാപ്പ പോപ്പായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇതായിരുന്നു അത് ഡിക്ലറേഷൻ. അങ്ങനെ വന്നതാണ് അത് ആ ഡിക്ലറേഷൻ. അപ്പൊ അതുകൊണ്ട് ജേഷ് ബ്രോ ഇതിനകത്ത് ക്ലാരിറ്റി കുറവൊന്നുമില്ല. സത്യമായതിനെ സ്വീകരിക്കുക, സത്യ ഏക ദൈവത്തെ സ്വീകരിക്കുക. ആരാണ് സത്യം? സത്യം ഒരു വ്യക്തിയാണ്, അവന്റെ പേര് ഈശോ മിശിഹ എന്നാണ്. സ്വീകരിക്കുക. പൂർണ്ണമായതിനെ ശ്ലാഘിക്കുക, സ്നേഹിക്കുക. അപൂർണമായതിനെ തള്ളിക്കളയുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ഭാഗികമായ വെളിപ്പെടുത്തലുകൾ നിങ്ങളെ സ്വതന്ത്രരാക്കില്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്യും. നിങ്ങൾ പരിശുദ്ധ മാതാവിനെ നിങ്ങൾ പരസ്യമായി ലൈംഗികാതിക്രമം നടത്തുമെന്ന് അപൂർണമായ വിശ്വാസമുള്ളവർ ആക്രോശിക്കും. ഞാൻ എഴുന്നേറ്റ് നിൽക്കും. എന്താണേലും എനിക്ക് എഴുന്നേറ്റ് നിന്നേ പറ്റത്തുള്ളൂ. ഇത്തരം കമന്റുകളെ കണ്ടുകൊണ്ട് എനിക്ക് താലോലിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് വഴിതെറ്റിയിട്ടില്ല. ഞാൻ കുഞ്ഞുനാള് തൊട്ട് എന്നെ വീട്ടിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഈശോയെയാണ് എന്നെ കാണിച്ചു തന്നിരിക്കുന്നത്. ഞാൻ സ്വീകരിക്കുന്നത് ഈശോയെയാണ്. ഞാൻ പ്രചരിപ്പിക്കുന്നത് ഈശോയെയാണ്. ഈശോ കാണിച്ചു തന്നതാണ് ത്രിയേക ദൈവം. ഈശോ ആണ് ബൈബിളിലെ ദൈവം. ഈശോ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ റെവലേഷനുകൾ. ഈശോയെ സ്വീകരിക്കുക എന്നുള്ളതാണ് സഭ ആഹ്വാനം ചെയ്യുന്നത്. സത്യം ഈശോയാണ്. യഥാർത്ഥ മാർഗം ദൈവമാണ്. ജീവൻ നൽകുന്നതും സമൃദ്ധമായി നൽകുന്നത് ഈശോയാണ്. ബാക്കിയുള്ളവരെല്ലാം ഇറലവന്റ് ആണ് എനിക്ക്. ബാക്കി ഇതര മതസ്ഥരാണ്. ഇതര മതവിശ്വാസങ്ങൾ സത്യത്തിന്റെ രശ്മികളേ ഉള്ളൂ, സത്യത്തിന്റെ പൂർണ്ണതയില്ല. കാരണം സത്യം ക്രിസ്ത്യ വിശ്വാസത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് യഹോവയായാലും ശരി, വേറെ പേരുള്ള ദൈവമാണെങ്കിലും ശരി, അതൊന്നും എന്നെ സംബന്ധിക്കുന്നതല്ല. എന്നെ സംബന്ധിക്കുന്നത് പൂർണ്ണമായും സഭ ചിട്ടപ്പെടുത്തി അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിലാണ്. അത് ജപമാലകളിൽ ഞാൻ ഏറ്റു ചെല്ലുന്നുണ്ട്, അത് ഞാൻ കുർബാനയിൽ ഏറ്റു ചെല്ലുന്നുണ്ട്,
അതെന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ ഏറ്റു വരുന്നുണ്ട്. ഇതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ വിശ്വാസപരമായി എനിക്ക് സാധ്യമല്ല. കാരണം അതിന് ലൂപ്പ് ഹോൾസുകളില്ല. ഇവിടെ ഒന്നും യഹോവയെ പറ്റിയ പരാമർശമില്ല. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. യേശുനാമക്കാരനാണ്, അതൊക്കെ നമുക്ക് പിന്നെ അങ്ങോട്ട് നോക്കാം. കാരണം യേശുനാമക്കാരനാണെ കൊണ്ട കേസ് വിടും. യേശു അവിടെ അപ്പൊ അടുത്ത ഇനി ഒരു ചോദ്യങ്ങൾ ഇനി നമുക്ക് ബന്ധക്കോസാരോട് ചോദിക്കാം. ഓക്കെ, ആദ്യം ആരാണ്? പ്രിൻസ് തന്നെ ഇരിപ്പുണ്ട്. പ്രിൻസ് പറയട്ടെ. അല്ല പ്രിയ പ്രിൻസിനോട് നിങ്ങൾ പോകുന്നതിന് തമ്മിലുള്ള അല്ല തീരുമാനമായോ? ഞങ്ങൾ അല്ല ഞങ്ങൾ തമ്മിൽ എനിക്ക് തീരുമാനമൊന്നുമില്ല. ഞങ്ങൾ ക്ലാരിറ്റി തമ്മിൽ കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നു കാരണം എന്റെ കൺസേൺ എന്ന് പറയുന്നത് ജെയ്സ് ബ്രദറെ, ഒരു കാര്യം കൂടെ നിങ്ങൾ ആദമിനോട് ചോദിച്ച് മനസ്സിലാക്കിയത്, നിങ്ങൾ ആ വിഷയത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പഴയ നിയമത്തില് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളും അംഗീകരിക്കുന്നില്ല. ആദമ അത് ഒന്നും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അത് അംഗീകരിക്കാത്ത ആളാണ്. അല്ല, അവിടെ അല്ല, എനിക്ക് പെന്തക്കോസിലുള്ള ചോദ്യം അവിടെ അല്ല കിടക്കുന്നത്. അല്ല, എനിക്ക് അതും കൂടെ ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ എനിക്ക് ആദാമിലോട്ട് മാത്രം പോകായിരുന്നു. അവിടെ പോകുന്നതിന് മുമ്പ് അല്ല ജയ്സ് ബ്രദറെ, അവിടെ പോകുന്നതിന് മുമ്പ് ഇത് മൈക്കിൾ കാര്യമറ്റോ അച്ഛൻ എഴുതിയ പുസ്തകമാണ് ബൈബിൾ വ്യാഖ്യാനം. ഈ കാര്യത്തെ കുറിച്ച് അതൊന്നും അല്ലല്ല, ഇത് മൈക്കിൾ കാര്യമറ്റോ അച്ഛന്റെ ഒരു പ്രിൻസ് നിലമ്പൂർ അവരുടെ റൂമിൽ കേൾപ്പിച്ചു. പ്രിൻസ് നിലമ്പൂര് മൈക്കിൾ കാര്യമറ്റോ എഴുതി വെച്ചേക്കുന്ന സാധനമല്ലേ, വായിക്കട്ടെ. മൈക്കിൾ കാര്യമറ്റോ അച്ഛന്റെ ബൈബിൾ വിവർത്തനെ 8000 പേജുള്ള പുസ്തകമാണ്. 8 വോള്യമായിട്ടാണ്. അതിന്റെ 1-ാം പുസ്തകത്തിന്റെ 368-ാം പേജ്. യാഹ്വേ എന്ന പേരിലാണ് ദൈവം എന്നേക്കും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ബൈബിളിൽ പല ആധുനിക വിവർത്തനങ്ങളിലും ഈ പേരെ കാണുന്നില്ല എന്ന ചോദ്യം ന്യായമായും ഉന്നയിക്കാം. ദൈവത്തോടുള്ള ഭക്ത്യാദരങ്ങൾ നിമിത്തം പുതിയ നിയമകാലമായപ്പോഴേക്കും യഹൂദർ ദൈവനാമം ഉച്ചരിക്കാതായി. യാഹ്വേ എന്ന പേര് കാണുമ്പോൾ അദോനായി എന്നാണ് അവർ വായിക്കുക. കർത്താവ് എന്നാണ് ഇതിന് അർത്ഥം. ദൈവനാമത്തിന്റെ വിവർത്തനമായി ഇത് കരുതപ്പെട്ടു. അതിനാൽ യാഹ്വേ എന്ന പേര് പല ആധുനിക ഭാഷയിലും കർത്താവ്, ഇംഗ്ലീഷിൽ ലോർഡ് എന്ന് എഴുതിയിട്ടുണ്ട്, എന്ന വിവർത്തനം ചെയ്തിരിക്കുന്നു. ദൈവിക വെളിപാടിന്റെ അവസാനത്തെ പടി അല്ല യാഹ്വേ എന്ന പേര് പ്രത്യക്ഷപ്പെടുന്നത്. ദൈവിക വെളിപാടിന്റെ അവസാനത്തെ പടിയായല്ല യാഹ്വേ എന്ന പേര് പ്രത്യക്ഷപ്പെടുന്നത്. പുതിയ നിയമത്തിൽ നൽകപ്പെട്ട ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവം സ്വയം വെളിപ്പെടുത്തിയതിനാൽ ഇന്ന് യാഹ്വേ എന്ന പേര് ഉപയോഗിക്കാറില്ല. സഭയുടെ നിലപാടാണ്. നമുക്ക് സംസാരിക്കാം. ഞാൻ ഏകദേശം ഇതേ നിലപാടുകാരനാണ്. എനിക്ക് അതിനകത്ത് കാരണം എനിക്ക് അതിനകത്തും പൂർണ്ണ യോജിപ്പാണ്. ഇപ്പം ജോർജ് ബ്രദർ വായിച്ചതിനകത്തും ഈ നിലപാട് നിന്നുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചത്. അതെ, ഇന്നലെ അല്ലല്ല, ഇവിടെ നമുക്ക് പേടിയൊന്നും. ഇവിടെ ഞാൻ ഇന്നലെ എനിക്ക് കെ എച്ചാനോടാണെന്ന് കെ എച്ചാനോട് ഞാൻ ചോദിച്ചായിരുന്നു, ആരാണ് യാഹ്വേ? യാഹ്വേ എന്നുള്ളത് പിതാവിന്റെ പേരാണോ പുത്രന്റെ പേരാണോ പരിശുദ്ധ? ഒരു മിനിറ്റ് ആദ്യം ഇനി നമ്മൾ ഈ സീരിയസിലേക്ക് പോവാണ്. നമ്മൾ തമ്മിലുള്ള ഇത് ഞാൻ എന്റെ സംശയം ഞാൻ ചോദിച്ചു തീർത്തു. ഇനി പ്രിൻസിനോടാണ് എന്റെ ചോദ്യം, ആരാണ് യാഹ്വേ? പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ? എനിക്ക് ബൈബിളിൽ നിന്ന് റെഫറൻസ് കാണിക്കണം കേട്ടോ. ഞാൻ പ്രിൻസിനോട് ഇപ്പൊ ചോദ്യം ചോദിച്ചു ഞാൻ വെച്ചതേ ഉള്ളൂ. പ്രിൻസിനോടുള്ള എന്റെ ചോദ്യം ഇതായിരുന്നു, ആരാണ് യാഹ്വേ? പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ? നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ക്ലാരിറ്റി ആവശ്യമാണ്. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത് ബൈബിളിലെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ ജെയ്സ് ബ്രദർ? ആദമൊന്നും അത് വിശ്വസിക്കുന്നില്ല. അവരെ നശിപ്പിച്ച വഴിയിൽ തള്ളിയിട്ടത് ബൈബിളിലെ ദൈവമല്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് ജെയ്സ് ബ്രദർ ആ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്ന് പറയാം. നമുക്ക് പിന്നീട് പറയാം, അത് നമുക്ക് എടുക്കാം. നമ്മൾ ആദ്യം ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകാം. ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല ആരാണ് ദൈവം എന്നുള്ള വിഷയം വരുന്നുള്ളൂ. ആ ഒരൊറ്റ കാര്യത്തിന് മാത്രമേ ഉള്ളൂ. ഈ ഒറ്റ കാര്യത്തിന് ക്ലാരിറ്റി കിട്ടിയാൽ മതി. ഒറ്റ കാര്യത്തിന് ക്ലാരിറ്റി കിട്ടിയാൽ മതി. തൽക്കാലത്തേക്ക് ഞാൻ അത് അംഗീകരിക്കുന്നില്ല. ഞാൻ പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യൂദായുടെ പുസ്തകത്തിൽ അതിലേക്ക് തന്നെ ജെയ്സെ അതിലേക്ക് തന്നെ വെപ്രളം കാണിക്കും. നിങ്ങൾ വെല്ലുവിളിച്ച് ഞാൻ മോളിൽ കയറി വന്നേ. ഓക്കെ, നിങ്ങളോ യൂദ 5-ാം വാക്യം കേട്ടോ, ഒരു അധ്യായമേ ഉള്ളൂ യൂദയുടെ പുസ്തകത്തിൽ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇത് ഏത് ദൈവം ഏത് കാലഘട്ടത്തിൽ ചെയ്തു, ആരോട് ചെയ്തു? ഒന്ന് പറയാം.
അതാ നിങ്ങളോട് ആ ജെയ്സ് ചോദ്യം ഞാൻ പറഞ്ഞാലും ഞാൻ ചോദിച്ചത്. പറയാം. ഒരു മിനിറ്റ് ഞാനാണല്ലോ റെജിനസ്, പെന്തക്കോസ്. അല്ല, ഇതാണ് ജെയ്സ് ഈ പറഞ്ഞില്ലെങ്കിലും ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതെ സഹോദര, ആരാണ് അവരിങ്ങനെ നിങ്ങൾ പറയുന്ന വാക്യവുമായിട്ട് യഹോവ ബന്ധപ്പെട്ടേ ആരാണ്? ജീവിക്കുള്ളൂ. ഒരു മിനിറ്റ് ജെയ്സ്, ഈ പെന്തക്കോസുകാർക്ക് ഒരു ഇതുണ്ട്, അവിടെ ഇവിടെ കൂട്ടി ഇപ്പം ജെയ്സ് എനിക്ക് സമയം തരണം, അതിന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ട് ജെയ്സിന് പറയാം. ഓക്കെ, പ്രിൻസ് സൗര യൂദ എന്ന് പറയുന്നത് ഒരു ലേഖനം മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാം, കത്തോലിക്കാർക്കും അറിയാം, എടുത്തു പറയേണ്ട ആവശ്യമില്ല. എങ്കിലും കുഴപ്പമില്ല, എടുത്തു പറഞ്ഞൊരു വിവരമായിട്ട് എടുത്തോട്ടെ. ഇതിനകത്ത് യൂദ എഴുതിയേക്കുന്നതന്നെ ആദ്യം 1-ാം വാക്യം വായിക്കണം, 5 തുടങ്ങരുത്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും, അവിടെ ഉണ്ട് പിതാവോടെ ഉണ്ട്, അവിടെ യാഹോവ ഇല്ല. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അവർക്കെഴുതുന്ന യൂദ ആ സമയത്ത് എഴുതുന്നവർക്കാണ് വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാട്ടെ. ഈ 1ഉം 2ഉം നന്നായിട്ട് വായിക്കണം പ്രിൻസ് സഹോദര, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വായിക്കണം. പ്രിയരെ, നമുക്ക് പൊതുവുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ. അപ്പൊ അവിടെ മുന്നിലിരിക്കുന്ന കാണികൾ ആരാണ്? യൂദ ആർക്കാ എഴുതുന്നു ആലോചിക്കണം. നമുക്ക് പ്രിയരെ, അവരെ അഡ്രസ് ചെയ്യാണ്. ആദ്യം പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ സ്നേഹവന്ദനം ചെയ്തിട്ട് പറയാണ് നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. കാരണം രക്ഷ എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് നിങ്ങളുടെ പെന്തക്കോസ് അർത്ഥം എനിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. അവർക്ക് യേശു ക്രിസ്തുവിൽ ന്യായപ്രമാണം മാറ്റി രക്ഷ വെച്ചിട്ടുണ്ട്. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയിൽ. അങ്ങനെയാണെങ്കിലും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഉള്ളിൽ ഈ പൊതുവിലുള്ള കോമൺ സാൽവേഷനെ കുറിച്ചാണ് എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും, പക്ഷെ ഇപ്പം ഞാൻ എഴുതുന്നത് അത് ഭയങ്കര ആശയമായിട്ട് എഴുതുന്നത്. ഇപ്പം ഞാൻ എഴുതുന്നത് നമ്മുടെ വിശുദ്ധന്മാർക്ക്. അപ്പൊ വിശുദ്ധന്മാർ ഒരു കാറ്റഗറി ഉണ്ടെന്ന് അറിയണം. ആ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ച് കാണും. ഒരിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന വിശ്വാസം. രക്ഷയുടെ അർത്ഥം അറിയണം നിങ്ങൾ, വിശ്വാസത്തിന്റെ അർത്ഥം അറിയണം. ഈ പറയുന്ന വിശ്വാസം ഈ പെന്തക്കോസ് ചേരുന്നതല്ല, മുങ്ങിയതല്ല. ഈ ക്രിസ്തുവിൽ അതേ വിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തു ആ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് ചോദ്യം മനസ്സിലായോ സഹോദരി? അല്ലല്ല, സഹോദരിക്ക് അത് ചോദ്യം പറയട്ടെ, മനസ്സിലായോ? 5 എത്തിയില്ല. അല്ലല്ല, പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ആദ്യം 3 വാക്യം കഴിഞ്ഞാ പിന്നെ വരുന്നത്. അവരോട് പറയാണ്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് സഹോദരി അത് മൊത്തം ഹേതുവാക്കി. വായിച്ച് വിടാനല്ല ഞാൻ പറഞ്ഞത്, ചോദിച്ചത് എന്തെങ്കിലും അല്ല മനസ്സിലായോ? സഹോദരൻ, ഞാൻ അർത്ഥം പറയുന്നുണ്ട്, സഹോദരൻ ഒരു ഉണ്ടായിരിക്കും, മിനിറ്റ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുതേ പ്ലീസ്. പ്രിൻസ് ബ്രദറെ നിങ്ങൾ ചോദ്യം ചോദിച്ചു, അവര് മറുപടി പറയട്ടെ. പുള്ളിക്കാരി ബൈബിളിന്റെ അതിനുശേഷം അധ്യായം മൊത്തം വായിക്കുകയാണ് ഇരുന്ന്. സാരമില്ല കാര്യം നിങ്ങൾ നന്നായിട്ട് വായിക്കാത്ത ബൈബിൾ പ്രശ്നം. റെജീന ഇടപെടരുത്. അത് ബൈബിൾ വചനമല്ലേ പ്രിൻസ് ബ്രദറെ, അല്ല നമുക്കത് കേൾക്കാം, കുഴപ്പമില്ല. ഇപ്പൊ പറയട്ടെ, അവര് പറയട്ടെ, പറഞ്ഞു ഓക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ പുള്ളിക്കാരിക്ക് ബ്രദർ. മറുപടി പറയാൻ അറിയില്ല എന്ന് മനസ്സിലായി. വേറെ ആയാലും സഹോദരങ്ങൾ എടുക്കാവോ പ്ലീസ്? ജെയ്സ് ബ്രദർ ഞാൻ സംസാരിക്കായിരുന്നു അല്ലല്ല, ആവശ്യമില്ല. സഹോദര ഓടല്ലേ, പ്രിൻസിപ്പൽ ഓടല്ലേ. റെജീന ഒരു മിനിറ്റ്. ഇത് വഴക്കായിട്ട് പോകാതിരിക്കാനായിട്ടാണ് ഞാൻ ഇടയ്ക്ക് കയറുന്നത്. റെജീന തുടർന്നോളൂ, പ്രിൻസ് ബ്രദർ കേൾക്കുക. കേട്ടതിന് ശേഷം എങ്കിലും 2 മിനിറ്റ് നമുക്ക് കൊടുക്കാവോ? ചോദിക്കാം. 2 മിനിറ്റ് കൊണ്ട് നിർത്താം. ഓക്കെ, ശരി, 2 ഇനി മിനിറ്റ്. 1 മിനിറ്റ് കൂടെ മതി. ഒരു മിനിറ്റ് അപ്പൊ അവര് പറയട്ടെ, അവര് വിശദമായിട്ട് പറയട്ടെ. പ്രിൻസ് ബ്രദർ വായിച്ചത് യൂദ എഴുതിയ ലേഖനം. ആ സമയത്ത് അവിടെ യഹൂദന്മാർക്കും ആ സമയത്ത് അവിടെ കാലഘട്ടത്തിൽ എഴുതിയ 5-ാമത്തെ വാക്യം വായിച്ചിട്ട് ഇത് ആരെന്നാണെന്നാണ് ചോദ്യം. ആ ചോദ്യം വെറും ഇറലവന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 1 മുതൽ 4 വരെ വായിച്ചത്. 4-ാമത്തെ വാക്യം വായിക്കാൻ അനുവദിച്ചില്ല, പക്ഷെ ഒന്നുകൂടെ എനിക്ക് വായിച്ചേ പറ്റൂ. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പം യൂദ എഴുതാനുള്ള അടിസ്ഥാനം ഇതാണ്. എന്നിട്ട് പറയുന്ന നിങ്ങളോ കയറി വന്നവരല്ലേ അവിടെ നിന്നൊക്കെ, നിങ്ങളോ യഹോഭക്തന്മാരെ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്ന എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും, അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് ആരെന്ന് സൗണ്ട് മാറി നിങ്ങൾ നോക്കിയാൽ മതി, രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നേത്തതിൽ നശിപ്പിച്ചു. അത് അങ്ങേര് യഹൂദനാണ്, അങ്ങേരുടെ ദൈവം ഇതിനു മുമ്പും യഹോവയായിരുന്നു, ഈ പറയുന്നവരുടെ ദൈവവും യഹോവയായിരുന്നു. അവരോടാ പറയുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കർത്താവല്ല, അവരുടെ കർത്താവ്, അവന്റെ കർത്താവ് യഹോവയായിരുന്നു. അവന്റെ കർത്താവ് ജനത്തെ മിസ്രൈമിൽ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചു. ദൈവം നശിപ്പിച്ചിട്ടില്ല, കർത്താവ് യേശു ക്രിസ്തു നശിപ്പിച്ചു കഴിയിട്ടില്ല. അവന്റെ കർത്താവ് യഹൂദന്മാരോടാ പറയുന്ന സഹോദര. ചുമ്മാ വായച്ചനം എടുത്തു വെച്ചിട്ട് കൊണ അടിക്കല്ലേ, അതാണ് ഈ പ്രശ്നം. ജെയ്സ് ബ്രദറെ അത് സംസാരിക്കാമോ നമുക്കത്? ജെയ്സ് ബ്രദറെ അപ്പൊ എന്റെ ചോദ്യത്തിന് ആദ്യം പ്രിൻസ് മറുപടി തന്നിട്ട് നമുക്ക് ഇൻസിഡന്റുകളിലേക്ക് പോവാം. ആദ്യം എന്റെ അങ്ങനെയല്ല. ചോദ്യം പ്രിൻസിന്റെ ദൈവം അല്ലല്ല, വെയിറ്റ് പ്രിൻസിന്റെ ദൈവം ആരാ?
എന്റെ ദൈവം ബൈബിളിലെ ദൈവമാണ് എന്റെ ദൈവം. ഇതുവരെ ഒരു അതാരാണെന്നാണ് ചോദ്യം. അതാരാണ് ബൈബിളിലെ ദൈവം? അതാരാണെന്നാണ്. എന്റെ ദൈവത്തിന് ഒരുപാട് നാമവിശേഷങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു നാമത്തിൽ താങ്കൾ കുറച്ചു മുമ്പ് പറഞ്ഞപ്പോ തന്നെ ഇതിനകത്ത് പറഞ്ഞു ഒരു നാമത്തിൽ ഒതുക്കാൻ പറ്റില്ല എന്ന് ആദമിനോട് സംസാരിച്ചവൻ പറഞ്ഞായിരുന്നോ? ശരി, അപ്പൊ പറ താങ്കളുടെ ദൈവം ആരാണെന്ന്. അങ്ങ് പറഞ്ഞായിരുന്നോ ഞാൻ അങ്ങനെ ഒരു നാമത്തിൽ ഒരു മാത്രം ഒതുക്കാം? നാമത്തിനകത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെ അതേ വിശ്വാസം തന്നെയാണ് എനിക്ക്. അതെ, എന്റെ ഓക്കെ, ദൈവത്തിന് പറ അങ്ങനെ ഒരു ദൈവം ആരാ? അതെ, എന്റെ ദൈവത്തിനെ മൂലഭാഷയിലാണെങ്കിൽ അഡോണായി എന്ന് വിളിച്ചിട്ടുണ്ട്, എലോഹിം എന്ന് വിളിച്ചിട്ടുണ്ട്, ഏൽ എന്ന് വിളിച്ചിട്ടുണ്ട്, പല രീതിയിൽ പിന്നെ യഹോവ ഷമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്, ഷാലോം എന്ന് വിളിച്ചിട്ടുണ്ട്, പിന്നെ സെക്കേനോ എന്ന് വിളിച്ചിട്ടുണ്ട്, എൽരോയി എന്ന് വിളിച്ചിട്ടുണ്ട്, എൽഷദായി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ദൈവത്തിന് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പ യേശുവെ പറയട്ടെ ദൈവമേ എന്നൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ദൈവം എന്നുള്ളതാണ്. അപ്പൊ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് ഈ ബൈബിളിലുള്ളത്. അപ്പൊ ആ ദൈവത്തിന്റെ പ്രവൃത്തികളെയാണ് ഇവിടെ വളരെ മോശമായ രീതിയിൽ, വികലമായ രീതിയിൽ ചിത്രീകരിക്കുന്നത്. ഞാൻ ദൈവത്തെ എന്ത് വിളിക്കുന്നു? ഞാൻ ചിലപ്പോൾ പപ്പ എന്ന് വിളിക്കും, അച്ഛ. എന്റെ ദൈവത്തെ ഞാൻ ഇഷ്ടമുള്ള ഇതിൽ വിളിക്കും. അതെന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് എന്റെ ദൈവത്തോടുള്ള വിളികൾ. ഞാൻ ദൈവമായിട്ട് എന്റെ ബൈബിളിലെ ദൈവത്തെ കണക്കാക്കുന്നു. ഞാൻ ജെയ്സിനോട് ചോദിക്കുന്നത്, ഇല്ല പ്രിൻസ് ഇപ്പൊ ഈ ബ്രദറെ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പോകരുത്, അങ്ങനെ പോകരുത്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആണ്. ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് പ്ലീസ്. ചോദിച്ച ക്ലിയർ. അതിന് ചോദ്യത്തിന് ആൾറെഡി ജെയ്സ് തന്നെ മറുപടി പറഞ്ഞല്ലോ. ഒരു നാമം ബൈബിളിൽ ഒരു നാമം അല്ലെന്ന് പറഞ്ഞല്ലോ. അതല്ലല്ലോ ചോദ്യം, അതല്ല ചോദ്യം. നമുക്ക് ഒരു മിനിറ്റ് ജെയ്സ് ബ്രദറെ, അത് ക്ലാരിറ്റി ഇല്ലാതെ പോയായിരിക്കും ഒരു പക്ഷേ. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സിഹെച്ചാൻ പറയണ്ട. എനിക്ക് പ്രിൻസിൽ നിന്നാണ് എനിക്ക് കേൾക്കണ്ട. സിഹെച്ചാൻ അത് പറഞ്ഞു എന്നാ ചോദിച്ചോളൂ. എനിക്ക് എന്റെ ചോദ്യം, പ്രിൻസിന്റെ ദൈവം ആര്? ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ. അല്ലാണ്ട് ഞാൻ എന്ത് വിളിക്കുന്നു, പപ്പാന്ന് വിളിക്കുന്നു, അമ്മയെന്ന് വിളിക്കുന്നു, പിതാവെന്ന് വിളിക്കുന്നു, ചേട്ടാന്ന് വിളിക്കുന്നു, അനിയെന്ന് വിളിക്കുന്നു അല്ല എന്റെ ചോദ്യം. പ്രിൻസിന്റെ ദൈവം ആരാണ്? എന്റെ ദൈവം യഹോവയാണ് എന്റെ ദൈവം. യെസ്, ഞങ്ങളുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്റെ ദൈവം യഹോവയാണല്ലോ. ഓക്കെ, അപ്പൊ എനിക്ക് ആരാണ്? പിതാവിന്റെ പേരാണോ? ഇപ്പൊ ബൈബിളിൽ ഒരു വാക്യം ഞാൻ കണ്ടിട്ടുണ്ട്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പൗലോസ് പറയുന്നുണ്ട്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. യേശു തന്നെ അവകാശപ്പെടുന്നുണ്ട്, ഞാൻ കർത്താവാണ്, ആയാം എന്ന് യേശു തന്നെ അവകാശപ്പെടുന്നുമുണ്ട്. പൗലോസിന്റെ വാദമാണോ എടുക്കുന്നത്? യേശുവിന്റെ വാദം താങ്കൾ എടുക്കൂ. താങ്കൾ ആരുടെ വാദം എടുക്കും? യേശു ആണെങ്കിൽ പിതാവെന്ന് വിളിച്ചിട്ടുമുണ്ട്. താങ്കൾ ആരുടെ വാദമാണ് എടുക്കുന്നത്? ഞാന് ബൈബിളിലെ ദൈവത്തെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് കാണുന്നു. ബൈബിളിൽ പഴയ നിയമത്തിൽ യെശയ്യാപ്രവചന പുസ്തകം 42:8 ഞാൻ യഹോവ തന്നെ, എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്ത് ചുമ്മാ കാട് കയറിപ്പെട്ട് കാര്യമില്ല. എന്റെ ചോദ്യം ക്ലിയർ ആയിരുന്നു. താങ്കളോട് ആദ്യം ചോദിച്ച ചോദ്യം താങ്കളുടെ ദൈവം ആരാണെന്ന് പറഞ്ഞു. താങ്കൾ ആദ്യം പറഞ്ഞു യഹോവയാണെന്ന് പറഞ്ഞു. രണ്ടാമത് താങ്കൾ പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവമാണ് താങ്കളുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ആരാ യഹോവ? ഇതിൽ ആരാണ്? പിതാവാണോ, പുത്രനാണോ, പരിശുദ്ധാത്മാവാണോ? ആരാണ് യഹോവ? എനിക്ക് ബൈബിളിലെ വാക്യം കാണിക്കണം കേട്ടോ. ഇതിപ്പോ 3 പേരുടെ യഹോവയാണെങ്കിൽ എനിക്ക് എന്റെ വാക്യം കാണിക്കണം. നിങ്ങൾ ആരെയാണ് യഹോവ എന്ന്? മ്യൂട്ടാന്ന് തോന്നുന്നു കേട്ടോ. മ്യൂട്ടാണ്. അല്ല, ഞാൻ മ്യൂട്ട്. ചുമ്മാ പുള്ളി കാട് കയറി പോയി. അത് പരിപാടി പറ്റത്തില്ല. ചുമ്മാ എന്തെങ്കിലും ഒക്കെ കിടന്നിങ്ങനെ വാത്താളം അടിച്ച് പോയിട്ട് ചുമ്മാ തിരിച്ചൊരു ലാസ്റ്റ് ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വാത്താളം അടിച്ച് തിരിച്ചൊരു ചോദ്യം കൊണ്ടുപോയി. ആ പരിപാടി ഇവിടെ പറ്റത്തില്ല. ആരാണ് യഹോവ? പിതാവാണോ? ആദ്യം പുള്ളി പറഞ്ഞത് യഹോവയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 3 വേറെ യഹോവ ഭക്തന്മാർ താഴെ ഉണ്ട്, അവര് പറയട്ടെ ആരാണ് യഹോവ. അതെ. ആദ്യം പുള്ളി പറഞ്ഞു യഹോവയാണ് ദൈവം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അഗ്രീഡ് ആയി. ആ സിഹേജാനോട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു സിഹേജ് ആ ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ വാക്യം വായിക്കാം. യെശയ്യാപ്രവചന പുസ്തകം 40:3 കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക്. ഈ പെങ്കൊച്ചിനെ ഒന്ന് ഇടപെടാവോ? ഒരു പ്രയോജനമില്ല. ദയവ് ചെയ്ത് ഈ പെങ്കൊച്ചിനോട് ഒന്ന് ഇടപെടാവോ? ഒന്ന് താഴെ എടുത്താവോ? ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ആണുങ്ങളെ മണ്ടയ്ക്ക് കയറുന്ന പെണ്ണ എടുത്തായിടാ. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാം. 40:3 കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. അപ്പൊ ഇവിടെ ഈ വിളിച്ചു പറഞ്ഞ യോഹന്നാൻ, മരുഭൂമിയിൽ യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കിയത് യോഹന്നാൻ സ്നാപകനാണ്. പുതിയ നിയമത്തിൽ അത് വിളിച്ചു പറയുന്നുണ്ട്. ആ ഒരുക്കപ്പെട്ട വഴിയിലൂടെ വന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അതിനകത്ത് ആർക്കും തർക്കമുള്ള കാര്യമല്ല. ബൈബിൾ ഒന്നും പിപ്പിലാന്ന് മ്യൂട്ടിയോ? ബൈബിളിലെ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് വെവ്വേറെ
എന്താ പറയുക ട്രിനിറ്റിയിൽ കാണുമ്പോൾ തന്നെ യഹോവ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വിവക്ഷിക്കാൻ സാധിക്കും. ഇതൊന്നുമല്ല എൻ്റെ കൺഫ്യൂഷൻ. എൻ്റെ കൺഫ്യൂഷൻ ബൈബിളിലെ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ സംസാരിക്കുന്നതും തർക്കിക്കുന്നതും ദൈവത്തിന്റെ പേര് എന്നുള്ള വിഷയത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവത്തെ നിങ്ങൾ ക്രൂരനും കൊലപാതകിയും ന്യായം വിധിക്കുന്നവനുമായിട്ട് പറഞ്ഞ് ഇവിടെ കിടന്ന് തെറിവിളിക്കുകയും അടിച്ചേറി കയറ്റും എന്ന് ആദം പല ദിവസങ്ങളായി വെല്ലുവിളിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ സുപ്രസക്തമായ ചോദ്യങ്ങൾ എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അതിന് നിങ്ങൾക്കാർക്കും മറുപടിയില്ല. നിങ്ങൾ വന്നു കയറുന്നതിന് മുമ്പ് എന്റെ മണ്ടയ്ക്ക് കയറി എന്നോട് ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കാർക്കും തന്നെ മറുപടിയില്ലേ? ഇത്ര നാൾ നിങ്ങൾ തന്നെ ഇവിടെ തിരുത്തി ജോഷു വായിച്ചതാണ് നിങ്ങളുടെ മാർപ്പാപ്പ എഴുതിയ വിഷയം. സുഹൃത്തെ, ഞാനാ മ്യൂട്ട് ചെയ്തത്. മ്യൂട്ട് ചെയ്യാതെ ചുമ്മാ വ്യാത്താളം അടിച്ചിട്ട് ഇവിടെ പോകാൻ പറ്റത്തില്ല പ്രിൻസ്. ഞാൻ എന്റെ ചോദ്യം എനിക്കറിയാം. ജെയ്സൺ ജെയ്സന് മറുപടി ഉണ്ടല്ലോ. ജെയ്സൺ ഈ പരിപാടി നടക്കത്തില്ല. നിങ്ങളുടെ റൂമിൽ രാവിലെ തണ്ണിമത്തര് വന്നപ്പോ നിങ്ങൾ ട്വീറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ട. ഞാൻ വ്യക്തമായിട്ട് ഞാൻ അവിടെ പറഞ്ഞതാണ്. ഈ പാടും നാടകം അടിക്കുന്ന പരിപാടി വിക്ടർ ഞാനല്ലേ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന. വിക്ടർ നീ എന്തിനാണ് കയറുന്നത്? ഞാൻ മ്യൂട്ട് ചെയ്തത്. നിന്റെയൊക്കെ അവിടെ വരുമ്പോ ഇതിന്റെ അപ്പുറമാ. ഇവിടെ ഞങ്ങൾ ഡീസന്റ് ആയിട്ടല്ലേ ഇടപെടുന്നത്. ഒരാളെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുന്നതാണോ ഡീസന്റ്? നിങ്ങൾ നമ്മുടെ റൂമിൽ വരത്ത് പോലും ഇല്ലല്ലോ ജെയ്സൊന്നും. എന്നിട്ട് ഞാനിവിടെ വരുന്നില്ലേ? ഞാൻ ചോദ്യം ചോദിച്ചത് പ്രിൻസിന്റെ റൂമിൽ പലരാശം വന്ന് പ്രിൻസ് കാണിച്ച വൃത്തിയോടെ ഈ ക്ലബ് ഹൗസ് എല്ലാവരും കണ്ടത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ചോദ്യം എന്തായിരുന്നു? പ്രിൻസിനോടുള്ള ചോദ്യം ആരാണ് പ്രിൻസിന്റെ ദൈവം എന്നായിരുന്നു. പ്രിൻസ് ആദ്യം പറഞ്ഞു യഹോവയാണ് പ്രിൻസിന്റെ ദൈവം എന്ന് പറഞ്ഞു. താങ്കൾ യഹോവ ഭക്തനാണെന്ന് പറഞ്ഞു. രണ്ടാമത് സിഹിയച്ചാൻ കയറി അത് ഇടങ്കോലിട്ടിട്ട് പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധനും പുതിയ നിയമം വിളിച്ചോ എന്നൊക്കെ കയറി പറഞ്ഞപ്പോഴത്തേക്ക് പ്രിൻസ് നിലപാട് മാറ്റി. പെട്ടെന്ന് പ്രിൻസിന്റെ ദൈവവും മാറുന്നു. അപ്പോൾ ഉടനെ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ദൈവം. അപ്പൊ അടുത്ത എന്റെ ചോദ്യം വരികയാണ്. ബൈബിൾ പൗലോസ്ലീഹ പറയുകയാണ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പം പിതാവായ ഏക ദൈവത്തിന്റെ പേരാണോ ഈ പറയപ്പെടുന്ന യഹോവ? യേശു ക്രിസ്തു തന്നെ പറഞ്ഞു ഞാനാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ യേശു ആണോ യഹോവ, അതോ പരിശുദ്ധാത്മാവാണോ യഹോവ, അതോ മൂന്ന് പേരെയും കൂടെ ഒരുമിച്ച് യഹോവ എന്ന് വിളിക്കുകയാണ്? എനിക്ക് എന്റെ ബൈബിൾ റെഫറൻസ് വെച്ചിട്ട് എനിക്ക് മറുപടി തരാനായി പറയുന്നത്. മൂന്ന് പേരെയും കൂടെ ഒരുമിച്ച് വെച്ചാണ് യഹോവ എന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് കാണിക്കണം. പിതാവിന്റെ പേര് മാത്രമാണ് യഹോവെങ്കിൽ അത് കാണിക്കണം. പുത്രന്റെ പേരാണ് യഹോവെങ്കിൽ അത് കാണിക്കണം. പരിശുദ്ധാത്മാവിന്റെ പേരാണ് യഹോവെങ്കിൽ അത് കാണിക്കണം. അതോ മറ്റൊരാളാണോ യഹോവ? ആരാണ് യഹോവ? പറഞ്ഞു തരും. ചുമ്മാതെ കുറെ വാത്താളം അടിച്ചിട്ട് കാര്യമില്ല. ചുമ്മാതെ കിടന്നിട്ട് പ്രസംഗിച്ച് എന്തൊരു വാക്കൊക്കെ എടുത്തിച്ച് അവധി ഇതും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. താഴെ ഇരിക്കുന്ന ആൾക്കാരോട് പഠിക്കാനും കേൾക്കാനും ആഗ്രഹിക്കുന്നു. മറുപടി ഉണ്ടെങ്കിൽ പോരാ. ഇവിടെ തർക്കം എന്നുള്ളത് പേരിനെ ചൊല്ലിയാണോ അതോ ദൈവത്തെ ചൊല്ലിയാണോ എന്ന് പറയാ ജെയ്സൺ? നിങ്ങൾ പറയുന്ന എന്റിറ്റിയെ ചൊല്ലിയാണ്. എന്റിറ്റി എന്ന് പറഞ്ഞ പേരാണോ പേഴ്സണാലിറ്റി ആണോ? എന്റിറ്റി എന്ന് പറയുന്ന ആ ദൈവം ആരാണെന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ പറയുന്ന ദൈവം യഹോവ എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് പേരാണോ വ്യക്തിയാണോ അവിടെ പ്രസക്തം? പേരാണോ വ്യക്തിയാണോ പ്രസക്തം? ദൈവസങ്കല്പം, മലയാളത്തിൽ ദൈവസങ്കല്പം എടുത്തു. അതെ, പേരാണോ വ്യക്തിയാണോ? പേരാണോ? പേരിനെ ചൊല്ലിയാണോ തർക്കം? വ്യക്തിയെ ചൊല്ലിയാണോ തർക്കം? ആ എന്റിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്തിത്വത്തെ ചൊല്ലിയാണ്. നിങ്ങളുടെ ഇപ്പൊ ഇസ്രായേൽ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേലുകൾക്ക് ദൈവം ഏകനാകുമ്പോൾ ഒരു വ്യക്തി എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ക്രിസ്തീയ വിശ്വാസം 3 പേഴ്സൺസ് ആണ്. 3 പേഴ്സൺസ് ആണ് ക്രിസ്തീയ വിശ്വാസ പ്രകാരം ദൈവം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ യഹോവ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ യഹോവ ഒരു പേഴ്സൺ ആണ്. പഴയ നിയമം വായിക്കുമ്പോൾ ഒരു പേഴ്സൺ ആണ്. ആ ഒരു പേഴ്സൺ ആണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതായത് ദൈവത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചാണ് ഇവിടെ തർക്കം വരുന്നത്, ആണോ? ദൈവം ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരാണ് നിങ്ങൾ പറയുന്ന ദൈവം? അത് എന്നെ താങ്കൾ ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം എന്ന വ്യക്തിയെ കുറിച്ചാണോ ചോദിക്കുന്നത്, പേരിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ദൈവത്തിന്റെ കാരണം താങ്കൾ ഇവിടെ ഞാൻ വിഷയം സംസാരിക്കുമ്പോൾ താങ്കൾ പേരാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ നാമത്തെ കുറിച്ചാണോ ഇവിടെ തർക്കം, അതോ ദൈവം എന്നുള്ള വിഷയത്തെ കുറിച്ചാണോ തർക്കം? പ്രിൻസേ, എന്റെ മറുപടികളിൽ താങ്കൾ എപ്പോഴും ചാടിക്കയറി പിടിക്കുന്നതിന്റെ പേരിലാണ് പിടിക്കുന്നത്. പേര് അതാണോ? പേരിലല്ല പിടുത്തം. നിങ്ങൾക്ക് ഇതേ മ്യൂട്ട് ചെയ്യാതെ കാര്യം സംസാരിക്കുമ്പോൾ കേട്ടോ. പറ്റൂലെങ്കിൽ പണിക്ക് ഇറങ്ങരുത്. നിന്നെ കൊണ്ട് പണി പറ്റത്തില്ല. നിന്നെ കൊണ്ട് ഇവിടെ ചോദ്യം എന്താണ്? പ്രിൻസ് PS ദൈവം ആരാണെന്നുള്ളതായിരുന്നു എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ താങ്കൾ പറഞ്ഞു യഹോവയാണ് ദൈവം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സിഹേച്ചാൻ ഇവിടെ കയറിയിട്ട് അത് ഇടങ്കോലിട്ട് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ പ്രിൻസും അങ്ങോട്ട് കണ്ട നേരെ മറ്റേ പ്ലേറ്റ് മാറ്റി അപ്പുറത്തോട്ട് വെച്ചു പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ദൈവം. അപ്പൊ ഞാൻ ചോദിച്ചു യഹോവ ആരാണെന്ന് ചോദിച്ചു. അവിടെയാണ് ഇപ്പൊ ചോദ്യം നിൽക്കുന്നത്. യഹോവ ആരാണ്? അത് പേരല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. ആ എൻറ്റിറ്റി അത് പഴയ നിയമം വായിക്കുമ്പോൾ അത് ഏക വ്യക്തിയാണ്, 1 പേഴ്സൺ ആണ്. അതൊരു വ്യക്തിയാണ്. ഉദാഹരണത്തിന് ഇസ്ലാം പറയുന്ന അള്ളാഹുവിനെ പോലെ ഒരു പേഴ്സൺ ആണ് ഈ പറയപ്പെടുന്നത്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അതാണോ പ്രിൻസിന്റെ ദൈവം, അതോ പ്രിൻസ് ഈ ബൈബിൾ വാക്യം വെച്ചിട്ട് ഈ ദൈവം ആരാണെന്ന് ഡിഫൈൻ ചെയ്ത് തരാനായി പറഞ്ഞത്? ആരെയാണ് നിങ്ങൾ യഹോവ എന്ന് വിളിക്കുന്നത്? പറഞ്ഞോളൂ. പിതാവിനെയാണോ, പുത്രനെയാണോ, പരിശുദ്ധാത്മാവിനെയാണോ? ചോദ്യം ക്ലിയർ അല്ലേ? ഞാൻ ജെയ്സ് ചോദ്യം ഞാൻ ക്ലിയർ അല്ല. ചോദ്യം ക്ലിയർ അല്ല. താങ്കൾ യഹോവ എന്ന് വിളിക്കുന്ന ആരെ എന്നാണ് വീണ്ടും സംസാരം നിർത്തിയത്. യഹോവ എന്ന് ആരെ വിളിക്കും എന്നുള്ളതല്ല. അതാണ് ഞാൻ ചോദിച്ചത്. പേരിനെ സംബന്ധിച്ചാണോ തർക്കം, അതോ വ്യക്തിയെ സംബന്ധിച്ച്? വ്യക്തി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ദൈവം. അതാണ് താങ്കൾ ഇപ്പൊ ലാസ്റ്റ് സംസാരിച്ച് നിർത്തി തന്നെ ആരെ വിളിക്കുമെന്നാണ് ചോദിച്ചത്. അതാണ് പേരിനെ സംബന്ധിച്ചല്ല. എനിക്ക് പേരിനെ സംബന്ധിച്ച് തർക്കമില്ല. പേര് യഹോവ എന്നുള്ള പേര് ലാറ്റിനിലേക്ക് വന്നപ്പോൾ എഴുതപ്പെട്ടതാണ് പേര്. അതിനകത്ത് എനിക്ക് തർക്കമില്ല. അതിനകത്ത് ആരും തർക്കിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഈ വ്യക്തിയെ സംബന്ധിച്ചാണ് തർക്കം. വ്യക്തിയെ സംബന്ധിച്ചാണ് എന്റെ ചോദ്യവും ഞാൻ ചോദിച്ചത്. പഴയ നിയമത്തിൽ കാണുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളൊന്നും തന്നെ ഇവിടെ ഇരിക്കുന്ന കത്തോലിക്കർ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ആ ദൈവം പിശാചാണെന്നാണ് പറയുന്നത്. എന്നിട്ട് യഹോവ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പേരിനെ കുറിച്ചല്ല തർക്കം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം നീതിമാനായ സ്നേഹസ്വരൂപനായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ പിതാവാണോ എന്നുള്ളത് മാത്രമാണ് എന്റെ തർക്കം. അത് അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തർക്കമില്ല. പിന്നെ ഇവിടെ അത്രേ ഉള്ളൂ. അല്ലാതെ പേരിനെ സംബന്ധിച്ചല്ല ജെയ്സെ. അതായത് താങ്കളുടെ വാദം അനുസരിച്ച് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച യഹോവ എന്ന് പറയുന്ന പിതാവായ ദൈവമാണോ? ബൈബിളിലെ ദൈവമാണ്. എന്റെ ചോദ്യം സുഹൃത്തെ, പഴയ ബൈബിളിലെ നിയമത്തിൽ ദൈവമാണ്. അതാ ബൈബിളിലെ ദൈവം ആരാ? പറ, താങ്കളുടെ കാഴ്ചപ്പാട്. ബൈബിളിലെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിയേക ദൈവമാണ് ബൈബിളിലെ ദൈവം. ഓക്കെ, താങ്കൾ അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചോ? യഹോവയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചോ? യഹോവ എന്ന കോമൺ നാമത്തിലാണ് ദൈവത്തെ അറിയപ്പെടുന്നത്. അതാ ഞാൻ ചോദിച്ചത്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ യഹോവ എന്ന് വിളിക്കുന്നത് എവിടെയാ? അത് ഞാൻ ഓരോ പ്രത്യേകം വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. തൃത്വം നിങ്ങൾ ഒറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെളിയിക്കുന്നത് ജെയ്സെ. നിങ്ങളുടെ സഭ തെളിയിച്ച തൃത്വം ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലല്ലോ, അത് ഇപ്പൊ ഞാനൊരു വേണമെങ്കിൽ താങ്കൾക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാ പുസ്തകം 12:2. ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവുമായി ആയിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. എല്ലാവർക്കും അറിയാം രക്ഷയായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യഹോവ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്ന യാഹ്, ആ രക്ഷകൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവായിട്ടാണ് ഭൂമിയിൽ അവതരിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ കോമൺ നെയിമിലേക്ക് വരുന്നത്. അതൊന്നും അല്ല തർക്കം. നിങ്ങൾക്ക് ഒരിക്കലും അതല്ലെന്ന് തെളിയിക്കാൻ കഴിയില്ല. കാരണം ട്രിനിറ്റി നിങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ അല്ലെന്ന് തെളിയിക്കാൻ ഒറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റത്തില്ല. നിങ്ങളുടെ സഭയുടെ സഭയുടെ അടിസ്ഥാനമായിട്ടുള്ള നിങ്ങൾ പറയുന്ന സാധനത്തിന്റെ പേരെന്താ, മറ്റേ ക്രീഡ് ഒറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇതൊന്നും ഒരു വാക്യത്തിൽ ഞാൻ മ്യൂട്ട് ചെയ്ത് ചുമ്മാ മ്യൂട്ട് ചെയ്യാതെ ജെയ്സെ. നിനക്ക് പറ്റൂലെങ്കിൽ എന്തിനാ വിളിച്ചത്? ഞാൻ സംസാരിച്ചെടുത്തിട്ടെ. കഴിവില്ലെന്ന് മനസ്സിലായല്ലോ, തേഞ്ഞെന്ന് മനസ്സിലായല്ലോ ജെയ്സ്. ഈ പെണ്ണ് എന്തിനാ ഇടയിൽ കയറുന്ന? പെണ്ണെ ഇവിടെ ചെറുക്ക് നമ്മൾ ആണുങ്ങൾ ഇവന്മാരോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഇവനെല്ലാം കുരു പൊട്ടിയിരിക്കുകയാണ്. ഇറങ്ങി വേറെ പണി വല്ല റൂം ഇടുക. ഞാൻ സംസാരിക്കാൻ വയ്ക്കാൻ വന്നതല്ല. ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? വേറെ സമയമായി, റൂം ഇടാൻ സമയമായി, തണ്ണിമത്തം തുറക്കാൻ പോയി. അവസരം വഴക്കുണ്ടാക്കിയിട്ട് പോയി റൂം ഇടുക എന്നുള്ളത്. നീ ഒറ്റ റൂമിൽ പോയിട്ടുണ്ടോ? ഒറ്റ റൂമിൽ നീ ഇവിടെ ഇറങ്ങി വേറെ റൂമിൽ കയറിയിട്ടുണ്ടോ? ചുമ്മാ പിന്നെ കഴിവുള്ളവന്മാര് സംസാരിക്കുമ്പോ ഇടയിൽ കയറി കൊണയടിക്കാൻ പറ്റും. സംഘത്തിന്റെ കീഴിൽ പോയിരുന്നു ദൈവത്തെ സംസാരിക്കാനൊക്കെ. നീയൊക്കെ ആരാണ്? അതിന്റെ ബഹളോ? ഒരു 2 മിനിറ്റ് വെച്ച് എല്ലാവർക്കും കൊടുക്കുന്നേ. 2 മിനിറ്റ് വെച്ച് സംസാരിക്കാം. എല്ലാരും ഓക്കെ. എന്താ വന്നു? ഓക്കെ, പ്രിൻസിനോടുള്ള ചോദ്യം എന്തായിരുന്നു? താങ്കള് ഇവിടെ പറഞ്ഞു യഹോവയാണ് ദൈവം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തിരിച്ച് സിഹെച്ചാനോട് ആ റൂട്ട് മാറ്റിയത് പിതാവും പുത്രനും പരിശുദ്ധാത്മാന്നുള്ളതുകൊണ്ട് അപ്പൊ പ്രിൻസ് നേരെ കണ്ടം ചാടി. അപ്പൊ അവിടെ വീണ്ടും ചോദ്യം വരികയാണ്. താങ്കൾ ആദ്യം പറയും, ഇപ്പൊ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ അത് 1 പേഴ്സൺ ആണ്. പ്രിൻസ് ഒരു കണ്ടോം ചാടിയില്ല ജെയ്സെ. ഒരു കണ്ടോ പ്രിൻസ് ചാടിയില്ല, ചാടത്തുമില്ല. എന്നാ പറയൂ, ആരാണ് യഹോവ എന്നുള്ളത്? ആരാ പറഞ്ഞു? ഞാൻ ഇപ്പൊ വായിച്ച വാക്യത്തിന്റെ അർത്ഥം ഒന്ന് പറ. യെശയ്യാ പ്രവചന പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. താങ്കൾ ഞാൻ പറഞ്ഞല്ലോ, യേശു അല്ലേ രക്ഷ? യേശു ആണോ രക്ഷകൻ? ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും. ഈ രക്ഷയായി തീർന്നത് യേശു ക്രിസ്തു ആണോ അല്ലയോ? ഈ മന്നകുത്തി പെണ്ണെടുത്ത് ദൂരക്കള. മന്നകുത്തിയുടെ മോളെ മന്നകുത്തിക്ക് ഉണ്ടായവള് എവിടെ? ദൂരക്കള. പട്ടിക്ക് പറഞ്ഞോളൂ. സംസാരിക്കുന്ന അങ്ങനെ പോകണ്ട. റെജിന ഇവിടുത്തെ മോറാണ്. റെജിന ദയവ് ചെയ്ത് ഇടപെടാണ്ടിരിക്കും. അവർ രണ്ടുപേരിലാണ് സംസാരിക്കുന്നത്. ഒരു മിനിറ്റ് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന. ബെൻസിനെ ഞാനാണ് താഴോട്ടിട്ടത്. അത് അങ്ങനെ ഒരു ഭാഷ ഇവിടെ ഉപയോഗിച്ചു. കാരണം ഇതുവരെ ബെൻസിനോടോ നിങ്ങൾ ഇവിടെ വന്ന ആരോടെങ്കിലും
മനസ്സിലല്ല. സോറി പ്രിൻസ് പ്രിൻസ് പ്രിൻസിനെ ഞാനാണ് താവോട്ടിട്ട് അവന്റെ അങ്ങനെ അമ്മ ഒരു പട്ടിക്ക് ഭാഷ പറഞ്ഞാന്ന് ഉപയോഗിച്ച് ആദ്യം നമ്മള് തിരക്ക്, എന്നിട്ട് വന്നു. ചുമ്മാര് ആ നിങ്ങൾ പിന്നല്ലാതെ സംസാരിക്കുന്ന അവൻ തോന്നിയ ആവശ്യമില്ലാതെ പിന്നെ ഇപ്പൊ കറക്റ്റ് ആയില്ലയോ? ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ അനുസരിച്ചാകുമ്പോ അത് കറക്റ്റ് ആയി. നീ പോടാ ഇറങ്ങി എന്റെ കാര്യത്തിന്. ബെൻസ് പോത്ത് കുളത്തി അതിപ്പോ മുങ്ങാന് അതിപ്പോ കറക്റ്റ് പോത്തും ആയി. കൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്നു. ആവശ്യമില്ലാതെ പോത്തിന്റെ സംസാരിക്കാതെ പ്ലീസ്. എന്തുവാ പ്രിൻസ് ഈ പറഞ്ഞതും ഈ കാണിക്കുന്നത്? പുള്ളി പറഞ്ഞതും കറക്റ്റ് അല്ലേ? ഇപ്പൊ ഈ പുള്ളി ഇപ്പൊ ഈ പറഞ്ഞതും വെച്ച് നോക്കുമ്പോ അത് കറക്റ്റ്. തോന്നിയവാസം ഇതിന്റെ അകത്ത് ഇരുന്ന് രണ്ടുപേരും പറയുള്ളൂ. തെറ്റല്ലേ ചെയ്തേ? റെഞ്ചി ഒന്ന് ചുമ്മാതിരിക്കാൻ ഞാൻ പറയുന്നില്ല. ഞാനല്ലേ സംസാരിക്കുന്നത്. എന്തിനാ ഇതിനകത്ത് ഞാൻ അങ്ങനെ ഒരു സ്ത്രീയെ ഇവിടെ വന്ന് അപമാനിച്ച് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള അപവാദങ്ങളും അവഹേളനങ്ങളും ഒരു കാരണവശാലും അംഗീകരിക്കാനൊക്കത്തില്ല. സോറി. അത് ഞാൻ ഞാനും ബെൻസ് താഴെ അംഗീകരിക്കുന്നു. ഉണ്ടെങ്കിൽ ഞാൻ ഷീജ വിളിക്കാൻ തയ്യാറാണ്. ഷീജ ഞാനും അത് അംഗീകരിക്കുന്നു. അപ്പൊ ഈ പുള്ളി ഇപ്പൊ പ്രിൻസിന്റെ അമ്മയ്ക്ക് പറഞ്ഞത് അതും തെറ്റല്ലേ? അതുകൂടെ എന്താ പറയാത്തെ? ഞാൻ കേട്ടില്ല ബെൻസെ. അങ്ങനെ അത് പറഞ്ഞായിരുന്നു. ഞാൻ കേക്കത്തില്ല, കേട്ടില്ലല്ലോ. അത് കേക്കത്തില്ല. ഞാൻ കേട്ടില്ല. ഷീജാൻ അത് കേക്കത്തില്ല. ഞാൻ കേട്ടില്ല. ബെൻസ് ഇടയ്ക്ക് കയറി ശബ്ദം അവൻ പറഞ്ഞതിന്റെ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും ഞാൻ മറുപടിയാ പറഞ്ഞു. കേൾക്കാഞ്ഞേ. ഇവിടെ ഇരുന്നോണ്ട് സ്ത്രീകളെ അപമാനിക്കാൻ പറ്റത്തില്ല. സീജ ആ കാര്യം ഒരു പറഞ്ഞുള്ളൂ. മിനിറ്റ്, സീജാനാണ് എനിക്ക് സംസാരിക്കാൻ. അപമാനിക്കുക. അതാ നീ അവന്റെ വീട്ടിൽ പോയി ആദ്യം വിളിച്ചിട്ട് വന്ന് സംസാരിക്കും. ഒരു മിനിറ്റ്, സീജാൻ ഉണ്ടോ ഇവിടെ? ഇനി ഒരു നമ്മുടെ മിനിറ്റ്. ചോദ്യം എവിടെ ഞാനുണ്ട്. കിടക്കുന്നത്? ഞാൻ നമ്മുടെ ഒരു മിനിറ്റ് നമ്മുടെ സീജ. ചോദ്യം ഞാൻ എല്ലാ സ്ഥലത്തും ഇടയ്ക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തിരിച്ച് ചീത്ത വിളിക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട്. അതുകൊണ്ട് ആ ആണുങ്ങളും ചീത്ത കേൾക്കേണ്ടത് അവരുടെ ആവശ്യം. ഞാൻ തിരിച്ചു വിളിക്കുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ സീച്ച ഈ പുള്ളി പറഞ്ഞ വചനം തന്നെ ആദ്യം പെട്ടെന്ന് ടോക്ക് നിങ്ങൾ താഴെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട്. വെറും മണ്ടനെ പോലെ എന്തൊക്കെയോ പറയുന്നു. യെശയ്യാ പറഞ്ഞ ആ കാലഘട്ടവും ആരോടാണെന്നും പറയാതെ ഇവിടെ വന്നിട്ട് പ്രിൻസിനോട് പറഞ്ഞോ ജയോട് പറഞ്ഞോ എന്ന് പറഞ്ഞ മണ്ടൻ ചോദ്യമാണ്. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് റെലവെന്റ് അല്ല. അത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. എന്നാ പ്രിൻസ് ഇപ്പൊ കാലഘട്ടവും ഏത് ജനതയും ആ സമയത്തുണ്ടായിരുന്ന രാജാവും ആ ജനതയുടെ അവസ്ഥയും പറഞ്ഞിട്ടേ ബാക്കി പറയാം. ഇത് പ്രിൻസിനോട് അല്ലെങ്കിൽ അയ്യോ യെശയ്യാവ് പ്രിൻസിനോട് പറഞ്ഞ എന്ന് എഴുതി വെച്ചേക്കാം. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഇങ്ങോട്ട് നോക്കുക. ഞങ്ങളുടെ കത്തോലിക്ക സഹോദരങ്ങൾ അവരും കർത്താവിൽ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവരെ ആരും ഒന്നും പറയാൻ ഞാൻ അനുവദിക്കത്തില്ല. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അവരെ എന്തിനാ കേട്ടാൻ പോകുന്നത്? അല്ല കേച്ചായ നമ്മളിവിടെ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ യഹോവ എന്നുള്ളൊരു ടേം കൊണ്ടുവരികയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് സ്ത്രീത്വം അല്ലത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു വ്യക്തിയാണ്, only one person. ഇപ്പൊ നിങ്ങൾ യഹോവ എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ യഹോവ ഭക്തന്മാരും ഈ പറയപ്പെടുന്ന നമ്മൾ യഹോവ സാക്ഷികളുമായിട്ട് മാറുകയാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളല്ല. അപ്പം ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ക്രിസ്തു കേന്ദ്രീകൃതമാണ് ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുവല്ല, മറിച്ച് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്, യാഥാർത്ഥ്യവുമാണ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കേച്ചാൻ? ഞങ്ങളുടെ ചോദ്യം അല്ല, എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ ആദം ജോഹ മുഴുവൻ പഴയ നിയമവും തള്ളി എന്റെ പൊന്നു മക്കളെ ജയിച്ചേ. അല്ല, അതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുതരാം. അതിന്റെ പ്രശ്നം നിങ്ങൾ ചെയ്യുന്ന ഒരു രീതി എന്താന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പഴയ നിയമത്തിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കിയിട്ട് അതിനെ കൊണ്ടുവന്ന് പുതിയ നിയമത്തിൽ ഫിറ്റ് ചെയ്യാൻ നോക്കുക. അത് മൊത്തത്തിൽ തെറ്റിപ്പോകും. ആ ഫിറ്റിംഗ് നടക്കത്തില്ല ചേ. കാരണം യേശു ക്രിസ്തു തന്നെ, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഇസ്രായേൽ ജനം തന്നെ യഹൂദന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് മോശ ഉപേക്ഷാപത്രം നൽകി സ്വന്തം ഭാര്യ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് മോശ കൽപ്പിച്ചത്? നമ്മളത് എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? പഴയ നിയമം നമ്മൾ അല്ല, അത് മത്തായി 19 കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നില്ലേ? പ്ലീസ് ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ പോയിന്റിലേക്ക് വന്നില്ല. അപ്പൊ നമ്മൾ ആ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോവാണ്. പുതിയ നിയമം എല്ലാം മാറ്റി, യേശു ക്രിസ്തു വരുന്ന കാഴ്ചപ്പാടെല്ലാം മാറ്റി വെക്കും. നിങ്ങൾ മാറ്റി വെച്ചു മോശ അവിടെ പറയുകയാണ്, ഉപേക്ഷാപത്രം കൊടുത്ത് നീ നിന്റെ ഭാര്യ എടുത്ത് ദൂരെ കളയടാന്ന് പറയുകയാണ്. നിനക്ക് പറ്റുന്നില്ല, നിനക്ക് സഹിക്കാൻ പറ്റുന്ന എടുത്ത് കള. ആരുടെ വചനമായിട്ടാണ് അത് കാണുന്നത്? ദൈവവചനമാ. ദൈവം കൊടുത്തു എന്നാണ് ആര് വിശ്വസിക്കുന്നത്? നമ്മൾ ആ ഭാഗം മാത്രം യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിൽ നമ്മളിപ്പോ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് മോശ കൊടുത്ത നിയമമാണെന്ന്. മറിച്ച് ഈ യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിനെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ആര് കൊടുത്ത നിയമമാണ്? ദൈവം കൊടുത്ത നിയമമാണ്. അപ്പൊ യേശുക്രിസ്തു എന്നിട്ട് പറഞ്ഞു, അല്ല, മോശ നിങ്ങൾക്ക് അങ്ങനെ ആ നിയമം നൽകി എന്നാ പറഞ്ഞത്. മോശ അങ്ങനെ നിങ്ങൾക്ക് നിയമം നൽകാൻ കാരണം അല്ലാതെ എടുത്തു പറഞ്ഞല്ലോ കർത്താവ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് അങ്ങനെ പറഞ്ഞതെന്നും കർത്താവോടെ പറയുന്നു. ഈ ഹൃദയകാഠിന്യം വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല അവരുടെ സ്പിരിച്വൽ ലൈഫിലും ഉണ്ടായിരുന്നു. അവരുടെ സ്പിരിച്വൽ ലൈഫിൽ ആ മറ ഇട്ടിട്ട് തന്നെയാണ് അവർ ദൈവത്തെ മനസ്സിലാക്കിയത്. നിങ്ങളിപ്പോൾ യഹോവ എന്നും പറഞ്ഞ് മാത്രം ഒരു എൻറ്റിറ്റി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് സിംഗിൾ പേഴ്സൺ ആണ്.
ഒരു വൺ പേഴ്സൺ ആണ്. വൺ പേഴ്സൺ അല്ല ക്രിസ്ത്യാനികളുടെ വിശ്വാസവും ക്രിസ്ത്യാനികളുടെ ദൈവവും. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചോദിക്കുന്നത്, ആരാണ് യഹോവ? പിതാവാണോ, പുത്രനാണോ, പരിശുദ്ധാത്മാവാണോ യഹോവ? നിങ്ങൾ പറഞ്ഞതാ. ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? അല്ല ജേസെ, അത് ആരാച്ചാരും ആയിക്കോട്ടെ, ഈ മുഴുവൻ ബൈബിളിൽ നിങ്ങളുടെ അങ്ങനെ POCയില് ആരെങ്കിലും അല്ല ആയിട്ട് എന്റെ കാര്യമില്ല. പൊന്ന് ജേസെ, നമ്മളങ്ങനെ ഒഴുക്കം മട്ടി പറഞ്ഞു പോകരുത്. ഒരു എന്റെ ഇൻസിഡന്റ് പൊന്ന് നിങ്ങൾക്ക് ജേസെ, ചെയ്യുന്ന ഞാനൊന്ന് പരിപാടി എന്ന് പറഞ്ഞോട്ടെ പറയുന്നത്, മക്കളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ ചെറുക്ക, ഒന്ന് പറഞ്ഞോട്ടെ. ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ഈ കർത്താവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ സത്യവേദത്തിൽ യഹോവ എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ ഈ കർത്താവ് കാണിച്ച കൊള്ളരുതാരികളെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? കർത്താവിന്റെ നാമത്തിൽ കരടി വിട്ട് പഠിപ്പിച്ചു. ബെൻസേ കർത്താവിന്റെ അടങ്ങ, യു ഷട്ട് അപ്പ്. മുഴുവൻ ബൈബിളിലും യഹോവ എന്നുള്ളിടത്ത് നിങ്ങളുടെ POC ബൈബിളിൽ കർത്താവാണ്. അപ്പോൾ അവിടെ കർത്താവ് അനാവശ്യം കാണിച്ചിട്ടുണ്ട്. ആ കർത്താവിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അച്ചായ, അതിന് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പഠനമുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? ലിറ്ററലി എടുക്കും. പക്ഷെ ഞങ്ങൾ അതിന് മനസ്സിലാക്കുന്ന രീതിയുണ്ട്. സഭാപിതാക്കന്മാരുടെ പഠനങ്ങള്, സഭ പഠിപ്പിച്ച കാര്യങ്ങള്, ആദിമസഭ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ അതിനെ ഞങ്ങൾ ചർച്ച് ഫാദേഴ്സിനെയൊക്കെ ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ഈ ബൈബിൾ മാത്രം ഒരു ബൈബിൾ ഒരു പുസ്തകം എടുത്ത് 66, നിങ്ങളുടെ കണക്കിൽ 66 പുസ്തകമുള്ള ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു ദൈവത്തെ ഫിറ്റ് ചെയ്ത് ആ ദൈവത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം, ദൈവത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ആ ദൈവത്തിന്റെ മേളിൽ കൊണ്ട് ചാർത്തി അല്ല, കൊടുത്ത് ഈ ആ 66 എന്ന് പറയുന്നത് 39 + 27 ആണ്. അപ്പൊ നിങ്ങൾ അതിൽ കൂടുതലുണ്ട്, 7 ഉണ്ട് കൂടുതൽ, നിങ്ങൾ കൂടുണ്ട്, കൂടുതലുണ്ട് നിങ്ങൾ. ഞങ്ങൾക്ക് 73 ഇത് കേൾക്ക്. ഞങ്ങൾ ഈ അപ്പൊ കൂടുതലും അതൊക്കെ വെച്ചിട്ട് എന്റെ പൊന്ന് മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല, നിങ്ങൾ ഈ പറയുന്ന കർത്താവും ഞങ്ങൾ പറയുന്ന യഹോവയും ഒന്ന് അല്ല, ഇതിനകത്ത് പറഞ്ഞു തരാം. നിങ്ങൾ പഠിപ്പിക്കുന്ന എൻറ്റിറ്റിയും ഞങ്ങൾ പഠിപ്പിക്കുന്ന എൻറ്റിറ്റിയും ഡിഫറെന്റ് ആയിട്ട് വരികയാണ്. കാരണം ഞങ്ങൾ എടുക്കുന്നത് ചർച്ച് ഫാദേഴ്സിന്റെയും ബൈബിൾ എഴുതിയ രീതിയും മനുഷ്യന്റെ ഇടപെടലും മനുഷ്യൻ അതിനുണ്ടായ വെളിപാടുകളും അത് അവർ മനസ്സിലാക്കിയ രീതിയും അവർ ആ ദൈവത്തിൽ ആരോപിച്ചതും അവർ ആ ദൈവത്തിൽ കണ്ടെത്തിയതുമായ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം വരുന്നത്. നിങ്ങൾ അതിനെ ലിറ്ററലി എടുക്കുന്നു. നിങ്ങളിപ്പം ബൈബിൾ ഇപ്പം കർത്താവ് പറഞ്ഞു എന്നുള്ളതെല്ലാം നിങ്ങൾ എടുക്കുന്ന ആരാ? ദൈവം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രം. അവിടെ ദൂതപ്രത്യക്ഷതയുണ്ട്. അതിനെ നിങ്ങൾ കർത്താവായിട്ട് അവിടെ കൊണ്ടുപോയി, ദൈവമായിട്ട് അവിടെ കൊണ്ടുപോയിക്കുകയാണ്. ദൂതൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, പിശാച് പറഞ്ഞ കാര്യങ്ങളുണ്ട്, മോശയ്ക്ക് തോന്നിയ കാര്യങ്ങൾ, മോശയ്ക്ക് കിട്ടിയ ദർശനങ്ങളുണ്ട്. മോശയ്ക്ക് ഈ ദൂതപ്രത്യക്ഷതയിൽ മോശ മനസ്സിലാക്കിയിട്ട് അത് ദൈവം തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് മോശ എഴുതി വെച്ച കാര്യങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഉള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവനിവേശിതം എന്താണെന്നുള്ള മനസ്സിലാക്കിൽ അത് അപ്പോസ്തലിക സഭകളും ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിൽ എന്റേർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ താഴെ കാൽവിനിസ്റ്റുകളെ പോലെയൊക്കെയുള്ള ചിലവന്മാരോട് എഴുതിയിട്ടിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ വേണമെന്ന് വായിച്ച് കേൾപ്പിക്കും. ഇപ്പം എന്റെ പൊന്ന് ജേസി, എനിക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ എന്റെ സഹോദരനായിട്ട്, അതായത് കർത്താവിൽ എന്റെ സഹോദരങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. ഞങ്ങളുടെ വിക്ടറുണ്ടല്ലോ. അല്ല ഇത് പൊളിറ്റിക്സ് ഒന്നും അല്ല. എന്റെ പൊന്ന് ജേസി, നിനക്ക് എന്നെ അറിയാമല്ലോ, 3-3.5 വർഷമായിട്ട് നിനക്ക് എന്നെ അറിയാമല്ലോ. ഇവിടെ ഞങ്ങളുടെ വിക്ടർ അവനവിടെ അൺമോഡായിരുന്നു, പക്ഷെ മോഡൊന്നും ഇല്ലാതെ, പക്ഷെ അവൻ നല്ലവണ്ണം മോഡ് ചെയ്തു അവിടെ. അത് കഴിച്ചിട്ട് അവൻ നല്ലവണ്ണം മനസ്സിലായി അവിടെ. വിക്ടർ, നീ ഒന്ന് എടുക്കണം മൈക്ക് മക്കളെ. എവിടെ എന്തോ മോഡ് ചെയ്തെന്ന് എന്തോ മോഡ് ചെയ്തെന്ന് അവൻ ചത്ത പോലെ കിടക്കുന്ന കണ്ടോ? എന്റെ പൊന്നെ, ഇങ്ങോട്ട് നോക്കുക. ഈ കർത്താവ് യഹോവ എന്നുള്ള പേരിലാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? പക്ഷെ അതിലുള്ള സത്ത അല്ല, ആ സത്ത നിങ്ങൾക്ക് അവിടെയാണ് തെറ്റിയത്. നിങ്ങൾ പറയുന്ന എൻറ്റിറ്റിയും ഞങ്ങൾ പറയുന്ന എൻറ്റിറ്റിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ട്രിനിറ്റേറിയൻസ് പറ. യഹോവ, നിങ്ങൾ പറയുന്ന യഹോവ ഞാനൊരു ബന്ധുക്കോസുകാരിയാണ്. ഇതെങ്ങനെ രണ്ടും ഒന്നാവും? അത് ഞങ്ങളോട് പറയണ്ടേ? ഇല്ലെന്ന് യഹോവ എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? ഞാൻ സൺഡേ സ്കൂൾ 15 വർഷം പഠിച്ച ഞാൻ താങ്കളോടല്ല പറയുന്നത്, ഞാൻ ജയിച്ചോടാ പറയുന്നത്. അല്ല, ഒരു മിനിറ്റ് കേച്ചായ. ഇവിടെ താഴെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ 15-16 വർഷം പെന്തക്കോസ് സൺഡേ സ്കൂൾ പഠിച്ച അതിന്റെ എല്ലാ റെഫറൻസ് എല്ലാം നിങ്ങൾ പഠിച്ചതും നിങ്ങൾ കണ്ടതും നിങ്ങളുടെ വീട്ടുകാർ ചെയ്തും നാട്ടുകാർ ചെയ്തും വേണ്ട, നമുക്ക് വേണ്ടോ? ഇല്ല, പണ്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ച വഴി വിട്ട് സംസാരിച്ച പല്ലടിച്ചെറിപ്പിക്കും. ഞാൻ പറഞ്ഞേക്കാം ആദ്യം തന്നെ. അതിന് നിനക്ക് കൈക്ക് കെൽപ്പുണ്ടോ? വേറൊന്നും പറയണ്ട. അതിന് നിനക്ക് കൈക്ക് കെൽപ്പുണ്ടോ?
അല്ല അതാ പറഞ്ഞത്. അങ്ങനെ പുള്ളി പറയാം. പോവും ജോഷ് ബെറെ, പുള്ളിയുടെ വാ തുറന്ന സെപ്റ്റിക് ടാങ്ക്. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് വാണിംഗ് എടി നീ പറയുവാണ്. നേരെ പെന്തിക്കോസിന്റെ എടി, കുത്തവാസം നടക്കണ്ട, അഴിഞ്ഞാടി നടക്കുന്ന നീ എവിടെ പെന്തിക്കോസ്? നീ മിണ്ടാരി അവിടെ, അവിടെ താൻ എന്തിനാ ഇടയ്ക്ക് നീ വരുന്നത്? മിണ്ടാരി. നീ ആരെ ഏത് പെന്തിക്കോസാ നീ? അതാ ചുമ്മാ പറയുന്നത്. പെന്തിക്കോസ് പെന്തിക്കോസ് എന്ന് പറയുന്നത്. ബെൻസേ നമ്മുടെ സീച്ചാൻ പറയുന്നത് പട്ടിപ്പന്തോ സീച്ചാൻ പറയുന്നത് പട്ടിപ്പന്തോ. ആ അപ്പൊ വട്ടിപ്പന്താണ്. ഈ 14 വർഷത്തെ സൺഡേ സ്കൂളിനകത്ത് നമ്മളെ നിർത്തിക്കേ പ്ലീസ്. അല്ല, ഒരു റജീന മിനിറ്റ്, സിസ്റ്റർ ഒരു ചെയ്യട്ടെ. മിനിറ്റ് ജോഷ് ബെറെ, ഒരു വഴക്കുണ്ടാക്കരുത്, മിനിറ്റ്. എല്ലാവരോടും റജീന സിസ്റ്റർ ചെയ്യട്ടെ. വഴക്കുണ്ടാക്കി ഇല്ല പോവാതെ അല്ല, അല്ല റജീന വഴക്കുണ്ടാക്കി സിസ്റ്റർ ഇതൊന്നും ഞാനൊരു വാചകം വഴക്കുണ്ടാക്കിയില്ല പറയുന്നത് കേട്ടാ നിങ്ങൾ പറഞ്ഞോ. ജോഷ് ബെറെ. കേച്ചാനുണ്ടല്ലോ, കേച്ചാൻ കേക്ക് ഇതേ ഇവനെ കേച്ചാൻ യേശു ക്രിസ്തു നഥാനിയേലിനെ കണ്ടപ്പോ പറഞ്ഞ പോലെയാണ്. ഇത് ഹൃദയപരമാർത്ഥതയുള്ള ഒരു ഇസ്രായേൽക്കാരൻ. കേച്ചാൻ നിങ്ങൾ അങ്ങനെ കാണും, ഉള്ളു ദേഷ്യപ്പെട്ടാലും അത് സ്നേഹത്തോടെ ജോഷ് ബെറെ, ഞാൻ അങ്ങനെ കാണുന്നത്. പക്ഷെ പഴയപ്പോ എപ്പോഴും പുള്ളിയുടെ വായിൽ നിന്ന് ഈ സെക്ഷൽ ചൊവ്വയുള്ള വർത്താനം വരും. ഞാൻ അല്ല പല്ലടിച്ചു എന്റെ വായിന്ന് തീട്ടമേ വരത്തുള്ളൂ. എടി നിനക്ക് അതെന്നാ എന്റെ ഉണ്ടായിരിക്കും. പല്ലടിക്കാൻ നിനക്ക് എന്നാ ധൈര്യം ഞാൻ ഉണ്ട് വാടി. കേൾക്കാൻ പ്ലീസ്. ഞാൻ പറയാൻ വന്ന പ്ലീസ് പോയിന്റ് വിട് പറഞ്ഞോട്ടെ. ജോഷ് വേറെ ഒരു മിനിറ്റ്, ഞാൻ പറയാൻ വന്ന പോയിന്റ് പറഞ്ഞോട്ടെ. എനിക്ക് നന്നായിട്ട് സംസാരിക്കുന്ന അറിയാം. ഞാൻ തീട്ടക്കുഴിന്ന് സംസാരിക്കുന്ന ആളല്ല. ഐ എം ഹൈലി എഡ്യൂക്കേറ്റഡ്, ഐ എം ഇന്റർനാഷണൽ അല്ല നീ എന്ത് ഹൈ എഡ്യൂക്കേഷൻ നിനക്കുള്ളത്? ഞങ്ങളുടെ പട്ടിപ്പന്താണോ റജീന? പട്ടിപ്പന്താണോ അതോ അത് ബെൻസ് അതിവിടെ കാണിച്ചല്ലോ. മറുപടി പറയാൻ പറ്റാത്തവനെ നിന്നോടൊക്കെ ഈ എന്ത് ഷീകിച്ചാൻ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പട്ടിപ്പന്തോ 16 വർഷം പട്ടിപ്പന്തോ. അല്ല അതാണ് ഞാനത് റജീന ഒരു മിനിറ്റ് ബെൻസ് എന്നെ കുറിച്ച് പറഞ്ഞോണ്ട് ഞാൻ പറയാം. ബെൻസ് അത് ഞാന് ബെൻസിനെ പോലുള്ളവരെ കുറിച്ച് അല്ല പറയുന്നത്. കാരണം ബെൻസ് ഇത്രയും കാലമായിട്ട് ഖത്തറിൽ പോയിട്ട് നിങ്ങളെ BTH DTH ഒക്കെ എടുത്തിട്ട് താങ്കൾക്കൊരു പാസ്റ്റർഷിപ്പ് താങ്കളുടെ സഭയിൽ കിട്ടിയില്ല. അത് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖത്തറിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ താങ്കൾക്ക് നിങ്ങളെ പോലുള്ളവർക്ക് പിന്നെ പാസ്റ്റർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ താങ്കളെ ഞാൻ ഒഴിവാക്കിയിരിക്കും. താങ്കൾ പട്ടിപ്പത്തം അല്ല. ഞാൻ ഇങ്ങനെ അതിന് മറുപടി ഉണ്ട്. ഇങ്ങനെ തെറ്റാ ഇല്ലില്ല, തെറ്റാ മറുപടി പിന്നെ തെറ്റാ. പറയാം. കള്ളം പറയല്ല, കള്ളം പറയല്ല. തീരട്ടെ ബെൻസ് ജോഷ് ഞാൻ ബ്രദറെ, ഞാൻ അല്ലല്ല ഷീജ കള്ളം പറയല്ല. ഉരുപൊട്ടാതെ ഞാൻ പറഞ്ഞു പാസ്റ്റർഷിപ്പ് തീരട്ടെ. കിട്ടാനൊന്നും അത് അല്ല ഓൾറെഡി ബൈബിൾ ഇന്നലെ പഠിക്കുന്നത്. ഇട്ടായിരുന്നു. ശേഷം ബെൻസ് ബ്രദറെ, ബെൻസ് നിങ്ങൾ ബ്രദറെ ഫേമസ് ആയി. മുഴുവൻ അവസരം തരാം. ഞാൻ പറഞ്ഞതിന് ശേഷം റജീന ഒരു മിനിറ്റ്, റജീന മ്യൂട്ട് ചെയ്യും. ഞാൻ അതുകൊണ്ട് ബെൻസ് ബ്രദറിനെ പട്ടിപ്രന്തം എന്നുള്ള ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിൽ ഉള്ള ഏത് പാസ്റ്ററിനാണെങ്കിലും പാസ്റ്റർഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു പ്രത്യേകമായ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ താങ്കൾ കടന്നു പോയിട്ടില്ല. താങ്കളുടെ തന്നെ സാക്ഷ്യമാണ്. താങ്കളുടെ തന്നെ സാക്ഷ്യത്തെ കോട്ട് ചെയ്താണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും താങ്കളെ ഞാൻ പട്ടിപ്പന്തമായിട്ട് കണക്കാക്കുന്നില്ല. ഇനിയും ബെൻസ് ബ്രദർ പറഞ്ഞോളൂ. ഞാൻ പാസ്റ്റർഷിപ്പ് കിട്ടാനൊന്നും അല്ല ബൈബിൾ കോളേജിൽ പോയത്. അങ്ങനെ ഒരുപാട് പേരെൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അത് പാസ്റ്റർഷിപ്പ് കിട്ടണം ബെൻസെ കള അത് പിടിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞോട്ടെ ഓക്കെ. ജോഷ് ബ്രദർ, ഞാൻ പറയാൻ വന്ന പോയിന്റ് 16 വർഷത്തോളം ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പം ഇവിടെ പ്രിൻസ് താഴെ പറഞ്ഞ റീപ്ലേ കേട്ടാൽ മതി. യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്നത് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത്. അത് കേട്ടല്ലോ. പ്രിൻസിന്റെ വായിന്ന് വന്നിട്ടുണ്ട്. പെന്തക്കോസ്തുകാരി ആയിരുന്ന എന്റെ വാക്കും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ പഠിപ്പിക്കുന്നത് യഹോവയാണ് ദൈവമെന്നും മോശയുടെ അതേ ദൈവമാണ്. അതുകൊണ്ടാണ് നമുക്ക് ന്യായപ്രമാണങ്ങൾ തന്നിട്ടുള്ളത്. നമുക്ക് കുറെ നിയമങ്ങൾ പൗലോസിന്റെ തോളെ ചാരി മോശയുടെ ദൈവത്തെ പൊക്കി ആകെ ആവിയിൽ പരുവാക്കി. ഇല്ലം താഴെയുള്ളവർ പറയട്ടെ യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്നതെന്നാ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ എവിടാ ഉരുളുന്നത്? പ്രിൻസ്, ഞാൻ പട്ടിക്ക് പറഞ്ഞവളാണോ? നീ ആരാന്ന് ഇവിടെ ആൾക്കാരെല്ലാം കണ്ടു. നീ ഇനി നിന്റെ വാ കൊണ്ട് ആരെ തേപ്പിക്കാൻ? നിന്റെ ഏത് ദൈവത്തെയാടാ നീ തേപ്പിക്കുന്നത്? നീ വല്ല ശിവനാന്ന് പറ. ഉള്ള ക്രിസ്ത്യാനികൾ കൂടെ നാണം കെടുത്തല്ലേ? കാര്യത്തിലേക്ക് വാ, ചുമ്മാ അല്ല, ബെൻസിനോട് പറയട്ടെ. ബെൻസ് പറഞ്ഞില്ലേ മറ്റേ സെൻട്രൽ പാസ് കൂട്ടി കൊടുക്കുന്ന ലോകമെമ്പാടും മറ്റേ ഡോക്ടർ സാജു ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ എല്ലാം. അതൊക്കെ ഉണ്ടെന്നേ, അതിപ്പോ എല്ലാത്തിനകത്തും ഉണ്ടെന്നേ. അതിപ്പോ നിങ്ങളുടെ അല്ല, അതുകൊണ്ട് ബെൻസ് ഈ പറഞ്ഞ സഹോദരി ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ അങ്ങനെ തോമസ് പട്ടിപ്പന്തോയാ. അതിപ്പോ എന്തോ ആവട്ടെ. പക്ഷെ ബെൻസ് പറഞ്ഞ സഹോദരി അതുണ്ടെന്നേ. അതൊക്കെ എല്ലാ ഗ്രൂപ്പിനകത്തും ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ. പക്ഷെ ഞാൻ ജോഷ് പേരിനോട് പറയാൻ വന്നത്, അതില്ലാന്ന് ഇവിടെ ആരണ്ട് പറഞ്ഞു. കേച്ചാൻ വിളിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ മക്കളെ, നമുക്ക് ഒരുമിച്ച് പോവണം. ഒരുമിച്ച് പോകത്തില്ല കേച്ചായ, ഒരുമിച്ച് പോകത്തില്ല. വേണ്ടാടോ, തങ്ങളെ ഞങ്ങൾക്ക് കൂട്ടാൻ ഒരിക്കലും ഒക്കത്തില്ല. അയ്യോ, എന്റെ കത്തോലിക്ക സഹോദരങ്ങളാ പറഞ്ഞത്. ഞാൻ പറയട്ടെ. അല്ല, ഞാനിപ്പോ പുള്ളിക്കാരത്തിക്ക് എന്തോ വ്യത്യാസം, എന്തോ പുള്ളിക്കാരത്തി എന്ത് വ്യത്യാസം? കൂടാ മുട്ടി നിൽക്കാന്ന് വിചാരിച്ചു കേച്ചായ? നിങ്ങൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ കുരു എന്താന്ന് ലോകം ഫുള്ള് കണ്ടു. എന്റെ പൊന്നു പെണ്ണുപിള്ള, നിങ്ങൾ ആശയം വല്ല ഉണ്ടെ പറ. ചുമ്മാ കുണുകുണുകുണാന്ന് വർത്താനം പറയാതെ വല്ല കാര്യം വല്ല ഉണ്ടെ പറ. ചുമ്മാ ആശയം പറ. പണ്ട് തൂറിയതും പാളയപ്പെടുത്തതും ഒക്കെയാണോ പറയുന്നത്? ആശയം പറ. തിയോളജിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കും. ചുമ്മാ കുണുകുണുകുണുകുണാന്നും പറഞ്ഞു ചീത്ത വിളിച്ച ആണുങ്ങൾ നിന്റെ അടുത്ത് റൂം ഓടിക്കും. പച്ച കുത്തി റൂം എടുത്ത എനിക്കാണ്ട് വലിയ വഴക്ക്. എന്നിട്ട് നാട്ടിലൊക്കെ റൂം ഉണ്ടല്ലോ, അവിടെ പോയി ചലക്കടാ. അവിടെ പോയി ചലക്കി. ചുമ്മാ എന്നോട് കുണുകുണാന്ന് പറയാതെ
സംസാരിക്കുവാണെങ്കിൽ ബെൻസ, നീ എന്തിനാ ഇവിടെ ആളെ നന്നാക്കാൻ വന്നതാണോ നിന്റെ വിശ്വാസം പറയാൻ വന്നതാണോ? അല്ല ഒരു മിനിറ്റ് ബെൻസെ നമ്മളിവിടെ ഇല്ലില്ല, ഞാൻ സംസാരിച്ചൊരു ബെൻസിനെ വിഷയമുണ്ട്. വിട്ടിട്ടുണ്ട്. ബെൻസെ നിനക്ക് എടുക്കുന്ന വിഷയം ആൻസർ ഇല്ല. ഒരു മിനിറ്റ്, നിനക്കും ഇല്ല, നിന്റെ ചേട്ടൻ തെറിയും പ്രിൻസിനും ഇല്ല ആൻസർ. നിനക്കൊക്കെ ആൻസർ ഉള്ളത് പെണ്ണുങ്ങളുടെ മെക്കെട്ട് കയറാനും ഭാര്യമാരെ കൂട്ടി കൊടുക്കാനുമാണ്. ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നത് പ്രിൻസ് നീ ആരെയും ആദ്യം ബെൻസിനെ സംസാരിച്ച് വെറുതെ താഴ്ത്തിടിക്കാൻ. താഴെ ഇട്ടു ചുമ്മാ ഇത് വെച്ച്. അല്ല, താഴെ ഇടും. കാര്യം എന്താ അറിയോ, ഈ കേച്ചാൻ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് പോകാം. ഒരുമിച്ച് പോകത്തില്ല. പ്രിൻസും പറഞ്ഞു യഹോവയാണ് യേശുവായിട്ട് വന്നത്. ഈ വിശ്വാസങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോവും. അപ്പൊ നിങ്ങൾ ഒന്ന് സ്ഥാനം പറയണം. വർത്തമാനം പറയാൻ വരുമ്പം വചനം എടുത്ത് അതിനെ കൂട്ടി കൺഫ്യൂഷൻ ആക്കി പെണ്ണുങ്ങളെ ചീത്ത വിളിച്ച് നീയൊക്കെ ഇവിടെ ഇരിക്കണ്ടടാ. നീയൊക്കെ ഇവിടെ ഇരിക്കുവാണെങ്കിൽ സീച്ചാൻ പറയണ്ട, രജനെ പൊക്കോളം പറയണം. കാര്യം നിന്നെ പോലെ തെറി എന്റെ മുമ്പിൽ ഇരിക്കുകയല്ല എന്റെ അഭിഷേകം. സീജ, ഞാൻ ഇവർ വന്നോട്ടെ, ഞാൻ ഓഡിയൻസിലോട്ട് പോവാണ്. സീജ, അവന്മാര് വന്ന് തെറി വിളിക്കുവോ, നിങ്ങൾ കേൾക്കുകയോ ചെയ്യാം. അത് എന്നിട്ട് നിങ്ങൾ ചർച്ച നിങ്ങൾ കേട്ട് മനസ്സിലാക്കില്ല. ലാസ്റ്റ് പ്രിൻസ് പറഞ്ഞ പോലെ യഹോവയാണ് യേശു ക്രിസ്തുവായിട്ട് വന്നത്. മനസ്സിലായോ? യഹോവയാണ് യേശു ക്രിസ്തു. നിങ്ങൾ കേട്ടില്ലേ? അവന് മറുപടിയില്ല. അവനെ ആൾക്കാരെ പൊട്ടം കളിപ്പിച്ച് മറ്റെങ്ങനെ ചോദ്യം, ഇങ്ങനെ ചോദ്യം, അങ്ങനെ ചോദ്യം. നിനക്ക് പൊട്ടനാണോടാ നീ? നിനക്ക് മനസ്സിലായില്ലോ ചോദ്യം? നീ പൊട്ടം കളിക്കുന്നു താഴെ ഇരുന്നുണ്ട്. ചോദ്യം എന്താ? ക്രിസ്തു ആണോ, എൻറ്റിറ്റി ആണോ, പേരാണോ? പൊട്ടന്മാരെ ബാക്കി നിങ്ങൾ പൊട്ടന്മാരെന്ന് വിചാരിച്ചോ? എന്നിട്ട് ലാസ്റ്റ് ചോദ്യം ചോദിക്കുമ്പോൾ ചീത്ത വിളിച്ചു പോകുന്ന തെറിയന്മാരെ. നീയൊക്കെ യഹോവയാണ് അവിടെ യേശു ക്രിസ്തുവായിട്ട് വന്നത്? നിന്നെയൊക്കെയല്ല പട്ടിപ്പെന്തോളം വിളിക്കുന്നത്, എന്നെയല്ല വിളിക്കുന്നത്, നിന്നെയൊക്കെ വിളിക്കുന്നത്. എന്നിട്ട് നമുക്കൂടെ ഒരുമിച്ച് ചേരാമെന്ന്. പിന്നെ ഇവര് മര്യാദയ്ക്ക് അപ്പോസ്തല സഭയിൽ പോകുന്നു, ഇവരെ കൂടെ യഹോവ ദൈവമാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് ചാരണം അല്ലേ? നിന്റെയൊക്കെ വായിച്ചപ്പോഴപ്പ് നിന്ന് പോവും. പറയിപ്പിക്കരുത് ബാക്കി. ഇനി നിനക്ക് ഇവിടെ സംസാരിക്കണമെങ്കിൽ ഒരു മിനിറ്റ് സംസാരിക്കണമെങ്കിൽ ടു ദ പോയിന്റ് സംസാരിക്കണം. ചോദ്യം ചോദിക്കുന്നത് പൊട്ടം കളിച്ചിട്ട് മറ്റേ ശിഖണ്ഡി കളിക്കണം. നിന്റെ ഗ്രൂപ്പ് പോയി സംസാരിക്കണം. കാര്യം ഇവിടെ താഴെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. റജീന ഒരു മിനിറ്റ് ഞാൻ നോക്കെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു യഹോവ ഭക്തൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. പിപ്പിലാത, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ റജീനയോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, സംസാരിച്ചോളൂ. നിങ്ങൾ ഒരു കാര്യം ഞാൻ കേച്ചാനോട് പറഞ്ഞിട്ടൊന്ന് എനിക്ക് കേച്ചാനൊരു പറയാം. കേച്ചാൻ ഇല്ലല്ലോ ഇവിടെ, ഇപ്പം കേച്ചാൻ ഇല്ലല്ലോ, ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കേച്ചാന്റെ കർത്താവ് ഇപ്പൊ ആരാ യഥാർത്ഥത്തില്? എനിക്ക് എന്റെ ഭർത്താവ് ആരാണെന്ന് അറിയത്തില്ല, പിന്നാണോ കർത്താവ്? അത് പോട്ടെ. കർത്താവ് ആരാണ് ഇപ്പോഴും? അല്ല, പുള്ളി എവിടെ നിന്ന് പറഞ്ഞു പഴയ നിയമത്തിലെ കർത്താവ് എന്ന് പറഞ്ഞ്? അപ്പം ഞാൻ ചോദിച്ചത് പറയാൻ തയ്യാറല്ലല്ലോ, പിന്നെ എന്തിനാ അതേ കിള്ളി പോകുന്നത്? നമുക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം? ഫൈറ്റ് കൊണ്ട് എന്താ പ്രയോജനം? ചുമ്മാ കിള്ളി പോകേണ്ട കാര്യമുണ്ട്. പിപ്പിലാദം ചോദിക്കട്ടെ ചോദ്യങ്ങള്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കട്ടെ. പിപ്പിലാദ അൺമ്യൂട്ട് ആണ്, പക്ഷെ ശബ്ദം കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്, എന്നോട് ചോദിക്കാനല്ല ആക്ച്വലി ഒരു വന്നത്. ഞാൻ ഇടപെട്ടത് ഇല്ല, സാരമില്ല, അത് പോട്ടെ. ആ വിഷയത്തിലേക്ക് ഇനിയും തിരിച്ചു പോകണ്ട, അത് കഴിഞ്ഞില്ലേ? അല്ല, തിരിച്ചു പോകുന്നില്ല സീച്ച. പക്ഷെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയുക. യൂദയുടെ പുസ്തകം ചീറ്റിപ്പോയി. അതിനകത്ത് പറയുന്ന ഇസ്രായേലിന്റെ കർത്താവ് ആ കർത്താവ. ഇവന് സ്വന്തം കർത്താവ് ആരെന്ന് അറിയത്തില്ല. യേശു ക്രിസ്തു കർത്താവായത് എപ്പോഴെന്ന് അറിയത്തില്ല. മോശയുടെ കർത്താവ് യഹോവയായിരുന്നു, അതാരെന്ന് അറിയത്തില്ല. പിതാപുത്ര പരിശുദ്ധാത്മ അറിയത്തില്ല. ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ സഹനശക്തിയോടെ പിന്നെയും ചോദിക്കുമ്പം പൊട്ടം കളിച്ചിട്ട് ലാസ്റ്റ് ചീത്ത വിളിച്ചിറങ്ങിപ്പോ ഒന്ന് തെറിയന്മാരെ നിന്നെയൊക്കെ ക്രിസ്ത്യാനിയായിട്ട് ഞങ്ങൾ കൂട്ടിയിട്ടില്ല. അത് നീയൊക്കെ ആദ്യം മനസ്സിലാക്കണം. ഭാര്യയെ പെണ്ണ് കൂട്ടി കൊടുക്കാനും സെൻട്രൽ പാസ്റ്റർ ഷഡ്ഡി അയച്ചു കൊടുക്കാനും നിന്റെയൊക്കെ ഭാര്യ വിടുന്നത് ആ എല്ലാ അഭിഷേകം ഇവിടെ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? കൺസെന്റഡ് സെക്സ് വേറെയാണോടാ? നിനക്ക് നട്ടലുണ്ടോ? ഒരു സ്ത്രീ നിനക്ക് തരുന്നുണ്ടോ? പൊക്കോ. പക്ഷെ ഇത് ഈ ബൈബിളും കഷ്ടത്ത് വെച്ചിട്ട് ഈ ഫ്രിഡ്ജിനിടയിൽ പോയി കൊടുക്കുന്ന വ്യഭിചാര കഥയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നട്ടലുണ്ടെങ്കിൽ പോയി കാണിക്കടാ. നീ നട്ടലുണ്ടെങ്കിൽ പോയി കാണിക്ക്. നിനക്ക് നട്ടലില്ലാത്തതുകൊണ്ട് നിന്റെ ഭാര്യമാര് ചാടി പോകുന്നത്. അതിന് നീയൊക്കെ പറയുന്നുണ്ടോ യഹോവ ഭക്തൻ? അതുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കുമ്പം ഇവിടെ നീ റാച്ചാൻ വേറെ, പിന്നെ നിന്നെ പോലൊക്കെ തെറി കേൾക്കുന്നതാണല്ലോ ഇവിടെ എല്ലാരും ഇങ്ങനെ പരതി നടക്കുന്നത്. റാച്ചാൻ നിങ്ങൾ വേറെ ഗ്രൂപ്പിൽ കണ്ടിട്ടില്ലോ? നോക്കിയിരിക്കല്ലേ? എന്റെ പൊന്നു സഹോദരി, താങ്കളുടെ പിതാവിന് നട്ടലില്ലാത്തത് കൊണ്ടാണോ താങ്കൾ അഡൾട്ടറി കണ്ടത്? ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ പല്ലടിച്ച് ഞാൻ തെറിപ്പിക്കും. ഞാൻ പ്രായം നോക്കത്തില്ല. അതിന് നിനക്ക് 7 ജന്മം ജനിക്കരുപടി. റജീന, കേജാന് വെപ്പുവല്ലാണ്, അത് ഊരിയെടുത്ത് തരും. അത് വിട്. ഞാൻ പറയുന്ന കേക്കാവോ? പിപ്പി പറ. ഓക്കെ, ഇവിടെ ജെയ്സ് ബ്രദർ ന്യായമായ ഒരു ചോദ്യം ചോദിച്ചിരുന്നു പ്രിൻസ് ബ്രദറിനോട്. പഴയ നിയമത്തിലെ യഹോവ നിങ്ങൾക്ക് പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ എന്ന്. അത് ചില ബൈബിൾ വാക്യങ്ങൾ വായിച്ചിട്ട് അത് പിതാവാണെന്ന് ഞാൻ തെളിയിക്കാനായിട്ട് ശ്രമിച്ച ഒരു ഹെറസി പറഞ്ഞോട്ടെ?
താങ്കൾ ഒരു ഹെററ്റിക് ആണെന്ന് സമ്മതിച്ചത് കൊണ്ട് ഞങ്ങൾ അനുവദിക്കുക. പറഞ്ഞു. ഓക്കെ. ഏശയ്യ 3:16 നീയല്ലോ ഞങ്ങളുടെ പിതാവ്, അബ്രാഹം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നുമില്ല, നീ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. മലാക്കി 2:10 നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലേ നമ്മളെ സൃഷ്ടിച്ചത്, നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്. ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം 29:10 പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുമ്പാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇനി ഇരമ്യാവ് 3:19 ഞാനോ നിന്നെ ദത്തെടുത്തു, നിനക്ക് നിന്റെ ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടതിന് എങ്ങനെയെന്ന് വിചാരിച്ചു, നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയില്ല എന്നും ഞാൻ വിചാരിച്ചു. അങ്ങനെ ധാരാളം വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് യഹോവ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ പിതാവാണെന്ന് ഞാൻ ഒരു ഹെരസി പറയുന്നു. ഞാനത് അംഗീകരിക്കുന്നു കേട്ടോ. ഞാൻ പിപ്ലാദം പറഞ്ഞ കോശിച്ചായ ഒരു മിനിറ്റ് കോശിച്ചാൻ പോവായിരുന്നു. ഞാനത് അംഗീകരിക്കുന്നു. ഇത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അതായത് ജൂതമതത്തിലുള്ള ഒരാള് ജൂതന്മാരുടെ ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ഹെററ്റിക് ആണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പാണെന്ന് ഞാൻ പറഞ്ഞ അതാണ്. കാരണം യൂതന്മാര് അവരുടെ മതത്തിലെ ഒരു ദൈവത്തെക്കുറിച്ച് അവരെന്തോ പറയുന്നു, അത് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല പിപ്ലാദ. അത് കറക്റ്റാണ്, നമ്മുടെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അത് ഓക്കെ. ഒരു സ്തോത്രം പറയച്ചാ, അല്ല വിപ്ലച്ച ഒരു സ്തോത്രം പറയച്ചാ. പറഞ്ഞ അർത്ഥം കേച്ചാന് മനസ്സിലായില്ല. സഹോദരം ഇനി അടുത്തത് ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഹെറസി നിർത്തിക്കോളാം. അതായത് പഴയ നിയമത്തിൽ അതിന്റെ പഴയ നിയമത്തിൽ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിൽ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 7 സ്തേഫാനോസിന്റെ പ്രസംഗം മുഴുവൻ വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം. അവിടെ പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്നിടത്തെല്ലാം അവിടെ സ്തേഫാനോസ് ദൈവം എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെ കൊണ്ടു നടക്കുന്നവൻ ബഹുദൈവ വിശ്വാസിയാണെന്ന് ഞാൻ ഒരു ഹെരസി കൂടി പറയുന്നു. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ പഴയ നിയമത്തില് യഹോവ എന്നും പറയുന്നുണ്ട്, കർത്താവ് എന്നും പറയുന്നുണ്ട്. അപ്പം അവിടെ 2 ദൈവമാണോ ഒരു ദൈവമാണോ? യഹോവ എന്ന് പറയുന്നുണ്ട്, ദൈവം എന്ന് പറയുന്നുണ്ട്, കർത്താവ് എന്ന് പറയുന്നുണ്ട്, സർവശക്തൻ എന്ന് പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. അതിൽ ഒരു മിനിറ്റ് ഞാൻ അദ്ദേഹത്തിന്റെ പറഞ്ഞോട്ടെ. എന്റെ പേര് സണ്ണി എന്നാണ്. എന്റെ പൊന്നച്ചായ അവിടെ നീർത്ത്. അതൊക്കെ വിശേഷണ നാമങ്ങളാണ്. സർവശക്തനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, തരുന്ന ദൈവം, എന്റെ യഹോവ എന്റെ കൊടി, അതൊക്കെ വിശേഷണ നാമങ്ങളാണ്. വ്യക്തിപരമായ നാമം ഒന്ന് മാത്രം, അത് യഹോവ. പിന്നെ ദൈവം എന്നുള്ളത് ഒരു സ്ഥാനനാമമാണ്. ഇനി വേറെ ധാരാളം ഉണ്ട്. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നു. ഇവർക്കൊന്നും അറിയാത്ത ഒരു വേടുണ്ട്, യഹോവ മക്കേഹ്. അല്ലല്ല, ഞാൻ പറഞ്ഞ അതല്ല. ഇപ്പൊ ഒരു വാക്യം കഴിഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ കർത്താവ് എന്ന് പറയുന്നുണ്ട്, യഹോവ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം വേറൊരു കർത്താവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. എന്റെ പൊന്ന് ഡി കെ കർത്താവ് ഭർത്താവ് യഹോവ എല്ലാം ഒന്നാണ്. അതാ ഇവിടെ പറയുന്നത്. എന്റെ പൊന്ന് മക്കളെ, ഒരു മിനിറ്റ് രക്ഷകനായ യേശു എന്ന് പറഞ്ഞ രക്ഷകനും യേശു ഒന്നാണോ? ഇല്ല, ഞാൻ പറയട്ടെ കേച്ചാ, അതാ പറഞ്ഞു വരുന്നത്. ഈ സ്തെഫാനോസ് പറഞ്ഞില്ലേ, സ്തെഫാനോസ് പറഞ്ഞു. കാരണം പഴയ നിയമത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല, അതെനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം അവര് യഹോവ നിസി, യഹോവ ജേക്കുടി, യഹോവ റാഫ്, അത് അവരുടെ യഹോവ എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവമാണ്. അവരതിനെ പുകഴ്ത്തുന്നതാണ്. ഇപ്പം നമ്മൾ അതിനകത്ത് പോയി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ എന്നാൽ അതിൽ വ്യക്തമായിട്ട് എഴുതണം, യെശയ്യാവ് പിപ്ലാദനോട് പറയുന്നത്, പിപ്ലാദനെ നിന്റെ ദൈവം. ഇത് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ദൈവമായിട്ട് അവർ അംഗീകരിച്ച യഹോവ നിസി എന്നും അവർ യഹോവ കൊടിയെന്നും, അത് നിങ്ങൾ എടുത്തത് എന്റെ തെറ്റല്ല. ഇനി സ്തെഫാനോസിന്റെ കാര്യം ഞാൻ പറയാം, ഒരു മിനിറ്റ്. കാര്യം അതിന് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ ദൈവത്തെ അവർ കർത്താവെന്ന് വിളിക്കുന്ന യഹോവയെ പറിച്ചാ നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന കർത്താവിനെ പറ്റി പറയുന്നത്. അത് ഒന്നേന്ന് വായിക്ക്, ഒന്നുകൂടെ പറയാം. അവരുടെ ദൈവമായ, അവരുടെ ഗോത്ര ദൈവമായ യഹോവയെ പറ്റി അവർ പൊക്കി പറയുകയും അവർ ശപിക്കുകയും അവർ താഴ്ത്തി പറയുകയും അവരെ പറ്റി പ്രവചനം പറയുന്ന കാര്യങ്ങളെയാണ് നിങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഈ സ്തെഫാനോസ് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. സ്തെഫാനോസിന് വെളിപ്പാട് ഞാൻ പറഞ്ഞുതരാം. അതിൽ പറയുന്നുണ്ട്, ദൈവം അബ്രഹാമിനോട് 7-ാം അധ്യായത്തിലാണ് പുള്ളി പ്രസംഗിക്കുന്നത് കേട്ടോ. ദൈവം ദൈവം എന്നല്ല പറയുന്നത്, യഹോവ എന്ന് പറയുന്നില്ലല്ലോ.
ദ ഗോഡ് എന്ന് പറഞ്ഞു. സി, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി, ഒടുവിൽ യോസഫിനെ അറിയാത്ത വേറൊരു രാജ. അപ്പൊ പുള്ളി പറയുന്ന എല്ലാം ആ കാലഘട്ടം ഫുള്ളാണ് പിപ്പിലാദൻ. അത് വായിക്കും നന്നായിട്ട്. ഞാനിത് കൈ കൊണ്ട് 4 വട്ടം ഏറ്റുള്ളതാ. സ്തെഫാനോസിന്റെ പ്രസംഗവും പീറ്ററിന്റെ പ്രസംഗവും പൗലോസിന്റെ പ്രസംഗവും. കാര്യം ഇതാണ് ചുരുക്കത്തിൽ നട്ഷല് നമുക്ക് വായിക്കാൻ പറ്റും യഹൂദന്മാരുടെ കാലഘട്ടം. ഇവർക്ക് വെളിപ്പാട് രജനിമാടെ എന്റെ ചോദ്യം ഇതൊന്നും അല്ല. പിപ്പിലാദൻ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ ഇല്ല ഇല്ല പഴയ റാ നിയമത്തിലെ ബ്രദറെ പിതാവായ ഇതിനൊരു ഉത്തരം ഇത് പറഞ്ഞിട്ട് കേക്ക് ഒരു ഇതിനൊരു മിനിറ്റ്, ഉത്തരം ഇത് കേക്ക് പറഞ്ഞിട്ട് ഇത് വേറെ ആരും കേക്ക് കയറല്ലേ ഇത് പ്ലീസ്. കേക്ക് ഇതിന് ഒരു ഉത്തരം പറഞ്ഞിട്ട് അല്ല റാ ഞാൻ ബ്രദറെ. പിപ്പിലാൻ സാറാണ് പറയുന്നത്. അപ്പം പിപ്പിലാൻ സാർ പറഞ്ഞ പഴയ നിയമത്തിൽ പറഞ്ഞില്ലേ, ആ പഴയ നിയമത്തിൽ യഹോവയായ കർത്താവ്, യഹോവയായ ദൈവം എന്ന് പറയുന്നത് അവരുടെ ദൈവമാണ്. അവരല്ല എഴുതിയേക്കുന്ന ഇത്. ഓക്കെ ഇനി ഓക്കെ പുതിയ നിയമത്തിൽ അപ്പൊ ഇനി എനിക്കുള്ള ഒരു ചോദ്യം മിനിറ്റ്, പുതിയ നിയമത്തിൽ ഞാൻ ഉം, പറഞ്ഞോട്ടെ. അല്ല, പഴയ നിയമത്തിൽ എനിക്ക് ഈ ആൻസർ തന്നെയുള്ള ഒന്നുകൂടെ വായിക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് അതിനകത്ത് ശബ്ദം ക്ലാൻ ഇല്ല. കാര്യം പിപ്രാൻ സാറിനെ ഞാൻ ഈ പറയുന്ന തറ പെന്തക്കൂസുകാരായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല. മനസ്സിലായോ? ഇച്ചിരിയെങ്കിലും ബോധം ഉണ്ടെന്നും വചനം വായിക്കും അല്ലെങ്കിൽ പറയാമെന്ന് കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പട്ടിക്ക് പറഞ്ഞവളെ വിളിക്കാൻ പറ്റാത്ത നട്ടല്ലാത്തവനാന്ന് എനിക്കറിയാം, നട്ടലുള്ളവനാന്ന് എനിക്കറിയാം. സോറി, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഓക്കെ താല്പര്യം. പുതിയ നിയമത്തിൽ ഓക്കെ സ്തെഫാനോസിന് താങ്ക് യു. കിട്ടിയ താങ്ക് യു. പുതിയ നിയമത്തിൽ സ്തെഫാനോസിന് കിട്ടിയൊരു വെളിപ്പാടാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ വെളിപ്പാട് വ്യക്തമായിട്ടും അദ്ദേഹം ദൈവം ചെയ്തതും അതുകൊണ്ടല്ലേ പുള്ളി ക്രിസ്തുവിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് യഹൂദനായ ശൗലടക്കം എന്ന് വെച്ചാൽ പിൽക്കാലത്ത് പോളായ ശൗലടക്കം അവരെ കല്ലെറിഞ്ഞു കൊന്നത്. കാരണം ന്യായപ്രമാണം ഉണ്ട്. അവർക്ക് ഇയാൾക്ക് യഹോവയല്ല. ഇയാൾ വചനം പറയുമ്പം നിങ്ങൾ ഓർക്കുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ പഴയ നിയമത്തെ കോട്ടി പുതിയ നിയമം പറയുന്നതിന് മുമ്പേ നീ തള്ളി എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ കല്ലെറിഞ്ഞ് കൊന്ന പാർട്ടികളാണ് യഹൂദന്മാര്. അതെ പിൽക്കാലത്ത് യേശു ക്രിസ്തു തന്നെ ഇറങ്ങി വരേണ്ടി വന്നു പൗലോസിന് ഇത് കാണിച്ചു കൊടുക്കാൻ. കാര്യം അനേകം പേരെ കൊല്ലുവാണ്. കർത്താവിന്റെ പേരിലല്ലേ കൊല്ലുന്നത്. പുള്ളി വരണ്ടേ പിപ്പിലാത? പുള്ളി ഇന്നും ജീവനോടുണ്ടല്ലോ. നമ്മൾ ഇന്ന് ക്രിസ്ത്യാനിയാണോ? യേശു ക്രിസ്തു ജീവനോടുണ്ട്. യഹോ അവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രിൻസിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എടാ, നീ യഹോ വിട്. യഹോ ജീവനോടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യേശു ക്രിസ്തു ജീവനോടുണ്ടോ? യേശു ക്രിസ്തു ഈ കാലത്ത് ജീവനോടുണ്ടല്ലോ. ഇന്ന് നമ്മുടെ ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കുന്നു പറഞ്ഞാൽ ഇപ്പോഴും കർത്താവോടെ ഉണ്ട്. എനിക്ക് കേൾക്കാം. അതുകൊണ്ടാ ചില കാര്യങ്ങളിൽ വചനത്തെ കൂട്ടുമ്പോൾ ഞാൻ ചാടി വീഴുന്നത്. കാര്യം നീ തിരുമണ്ടനായതുകൊണ്ടാണ്. തിരുമണ്ടത്തരം വിളിച്ച് പറഞ്ഞാൽ കർത്താവ് മറ്റേ ശബദനാളിൽ അടിച്ചിറക്കിയതുപോലെ നിന്നൊക്കെ ഞാൻ അടിച്ചിറക്കി ഞാൻ. കാര്യം കൺഫ്യൂഷൻ ആക്കരുത്. യേശു അങ്ങനെ പറഞ്ഞാര്, ഇങ്ങനെ പറഞ്ഞാര്, പട്ടിക്ക് പറഞ്ഞവളെ നീ താഴെ വെക്കടാദ്യം. നിനക്ക് മറിയായിരുന്നോ? അറിയാത്ത നിനക്ക് അതെടുക്കുക ഒരു യോഗ്യതയില്ല. നീ ഇനി എന്റെ മുന്നാരെ വചനവും പറഞ്ഞോണ്ട് നിന്നെ അപ്പം എറുമ്പ് പിടിച്ചോളെ. നീ വല്ല ഓണക്കാരിയോ നിന്റെ വീട്ടുകാരിയോ വല്ലതും പറയാൻ വന്നോണോ? ദൈവവചനം പറയാൻ വന്ന് എടുത്ത് ദൂരോട്ട് കളയും ഞാൻ. മനസ്സിലായോ? നിന്റെ BTH QTH ഒന്നും അല്ല ഇത്. ഇത് രക്തത്തിന്റെ വിലയുണ്ട് ഇതിന് കോട്ടി അവിടെ കോട്ടി. നീയൊക്കെ പള്ള നിറച്ചല്ലോ. നീ കുറെ നാൾ പള്ള നിറച്ചില്ലേ? ഇതിന് നല്ല അർത്ഥമുണ്ട്. അർത്ഥം ഡയറക്റ്റ് ആ സേവിയർ തന്നെ റെജീന ഡേവിഡ്സിന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ മുമ്പ് നിൽക്കുമ്പോൾ വിറച്ചോണ്ട് വേണം നിൽക്കാൻ. അല്ല, എടുത്ത് ദൂരോട്ടുള്ള ഞാൻ പറഞ്ഞേക്കാം. അതിന്റെ അർത്ഥം എന്താന്ന് കാലഘട്ടം അറിയില്ല, ഓക്കെ മാഡം. മലയാളം അറിയില്ല, തെറിയന്മാരെ ഓക്കെ കുറേമാര്. പ്രിൻസിനെ വിടന്നേ, പ്രിൻസിനെ വിട്. പുള്ളി അല്ല, മറിയ ചീത്ത പറയുന്ന പാർട്ടിയാ. പോട്ടെ. സ്തെഫാനോസിന് 7-ാം അധ്യായത്തിൽ ആ സമയത്ത് ക്രിസ്തുവിന്റെ വെളിപ്പാട് സ്തെഫാനോസിനെ കിട്ടി. ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടി. അതുകൊണ്ടാണ് ഇയാളെ യഹൂദൻ എന്ന് വെച്ചാൽ യഹൂദന്മാര് വേറൊരു ജാതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലും. ക്രിസ്തുവിനെ ക്രൂശിച്ചത് അതുകൊണ്ടാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞാൽ വായിക്കാൻ നന്നായിട്ട് അറിയാം പുള്ളി ഇവിടെങ്ങാനും ജീവിച്ചു പോയാനെ. പക്ഷെ എല്ലാവരും കൂടെ എറിഞ്ഞു തൂക്കിക്കൊന്നത് ന്യായപ്രമാണം വെച്ചിട്ടാണ്. പക്ഷെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് മെശിഹയെന്നും രക്ഷകനെന്നും ദൈവപുത്രൻ അംഗീകരിച്ച് എല്ലാവരും സത്യത്തിലോട്ട് തിരിഞ്ഞു. കുറെ യഹൂദന്മാർ, ഈ പെന്തക്കോസ്തുകാരൻ പേരെ കുറെ യഹൂദന്മാര് മാത്രമേ ഉള്ളൂ അതിനകത്ത് പെട്ടുപോയ ആളാണ് സ്തെഫാനോസ്. പിൽക്കാലത്ത് കർത്താവിനെ കണ്ടു. ആ മാർഗം സ്വീകരിച്ചപ്പോഴാണ് അവർ എല്ലാവരും ഒരുമിച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്നത്. ഒന്ന് ചുരുക്കാവോ? എനിക്ക് 2 ചോദ്യമുണ്ട്. അല്ല, ആ ചോദ്യത്തിൽ അപ്പം പിപ്രാൻ നോക്കുമ്പം അയാൾ പറഞ്ഞ യഹോവ ദൈവം എന്നൊക്കെ പറയുന്ന അയാളുടെ ദൈവമായിരുന്ന യഹോവയും ഇപ്പൊ ആയിരിക്കുന്ന ക്രിസ്തുവാണ്. കർത്താവ് എന്ന് പറഞ്ഞ ലോർഡ്ഷിപ്പ് എന്ന അർത്ഥമുള്ളൂ. സാറ യജമാനനെ ദ ലോർഡ് എന്നാണ് അയാളെ വിളിച്ചുകൊണ്ടിരുന്നത്, അബ്രഹാത്തെ വിളിച്ചിരുന്നത്. അപ്പം കർത്താവ് എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, എടാ മണ്ടന്മാരെ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഏത് കർത്താവ്? ആരുടെ കർത്താവ്? എന്നിട്ട് സംസാരിക്കൂ. നിന്നൊക്കെ ഒരു കർത്താവ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് നീ സംസാരിക്കും. സോറി. അപ്പൊ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും യഹൂദന്മാരായിരുന്നു. യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണോ? ഒരു മിനിറ്റ്, ഒന്നുകൂടെ ചോദിക്കൂ. അതായത് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും എല്ലാവരും യഹൂദന്മാരല്ലായിരുന്നു. യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവും അല്ലായിരുന്നു.
ആയിരുന്നു എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു യഹൂദനാണ് എന്ന്, കാരണം ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? യേശു ക്രിസ്തു യഹൂദനാണല്ലോ, യഹൂദനാണ്. അതെ, ആണ് യഹൂദന്മാരുടെ രാജാവുമല്ലേ? യഹൂദന്മാരുടെ രക്ഷകനല്ലേ, മിസായ എന്നല്ലേ പറയുന്നത്? ഇല്ല, രാജാവെന്നും പറയുന്നുണ്ട്, രക്ഷകനെന്നും അത് പറയുന്നുണ്ട്. ഓൾറെഡി മറ്റേ പീലാത്തോസ് കളിയാക്കുന്ന തരത്തിലാണെങ്കിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ, നീ ആണോടാ യഹൂദന്മാരുടെ രാജാവ് എന്ന് അല്ലല്ല, നീ പറഞ്ഞിട്ട്. യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു അതേ എന്ന് പറയുന്നുണ്ട്. അതെ, അപ്പം ഓക്കെ, രാജാവാണ്. രക്ഷകനായി കഴിഞ്ഞല്ലേ രാജാവാൻ പറ്റും. അതെ രക്ഷകനായതുകൊണ്ടല്ലേ അതെ, അവർ രാജാവ് തീർച്ചയായിട്ടും ചെയ്തത്. അതെ, തീർച്ചയായിട്ടും. 1 യോഹന്നാൻ 4:14 എഴുതിയിരിക്കുന്നു, പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ സാക്ഷ്യമെന്ന എല്ലാ അപ്പോസ്തലന്മാരുടെയും സാക്ഷി അത് തന്നെയാണ്. അതെ. ഇനി ഓക്കെ, അടുത്ത ഇനി ചോദ്യം എന്തായിരുന്നു? ശിഷ്യന്മാരുടെ അടുത്ത